അടുത്ത 10 കൊല്ലം കഴിയുമ്പോൾ വെള്ളപ്പൊക്കം വരും, ഭൂമി കുലുങ്ങും, അഗ്നിപർവ്വതം പൊട്ടും. എന്തത്ര സംശയമുണ്ട്? ഭൂമിയിൽ എത്ര സ്ഥലത്ത് വേണമെങ്കിലും കടലിനടി വരെ പൊട്ടത്തില്ലേ? ഇയാളറിയത്തില്ലെന്നല്ലേ ഉള്ളൂ. നമുക്ക് ആർക്കറിയാം, ദൈവത്തിനറിയാം എന്ന് പറയുന്നത് പോലെയാണ് ഇന്ന് ഈ നമ്മളെ സംബന്ധിച്ചോളം പ്രപഞ്ചത്തിൻ്റെ 95% കാര്യങ്ങളെ പറ്റി അറിഞ്ഞുകൂടാതിരിക്കുന്ന പ്രപഞ്ചം നിരന്തരം ഇത് അറിയാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനിങ്ങനെ നടിച്ചു, കൊതു ചത്തുപോയി. അപ്പോൾ ആളുകൾ ചോദിച്ചാൽ കൊതു ചത്തത് എങ്ങനെ? ഞാൻ അടിച്ചത് കാരണമാണ്, അപ്പം ഞാനാണ് ഉത്തരവാദി. ഇവിടെ ഒരു ആന നിൽപ്പുണ്ട്, ഞാനിങ്ങനെ നടിച്ചു. ആന അറിഞ്ഞ പോലുമില്ല. എൻ്റെ അടി കൊണ്ട് കൊതു ചത്തെങ്കിൽ എൻ്റെ അടി കൊണ്ട് ആനയും ചാകണ്ടേ? അപ്പോൾ നമ്മൾ അത് ആന വലുതാണ് ഇതൊക്കെയാണ്. അപ്പോൾ പക്ഷെ അവിടെ ചെല്ലുമ്പോഴായിരിക്കും അത് വൺവേ അതുവഴി പോകാൻ പറ്റത്തില്ല എന്ന് ഇത് വെച്ചിരിക്കുന്നത്. നോ വേ മെൻ നെറ്റ് വർക്ക് എന്ന് എഴുതി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പ്രവചനം അങ്ങ് തെറ്റും. ഈ ലോകത്ത് പല ടൈപ്പ് പ്രഡിക്ഷൻസ് ഉണ്ടല്ലോ, ജ്യോതിഷം, അതേപോലെ പുറത്തുള്ള പല പ്രഡിക്റ്റേഴ്സ് പ്രഡിക്റ്റ് ചെയ്തൊക്കെ വളരെ കറക്റ്റായി വരിക. ഈ നോസ്ട്രഡാമസ് പോലെ അല്ലെങ്കിൽ ബാബ വാങ്കെ പോലെയുള്ള ആളുകൾ, ബാബ വാങ്കെ ഈ അടുത്ത് നടക്കുന്ന ഒരു സംഭവമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു സംഭവമൊക്കെ പറയുണ്ടായിട്ടുണ്ട്. റഷ്യ വേൾഡ് കോങ്കർ ചെയ്യും എന്നൊക്കെ. അപ്പോൾ ഇങ്ങനെയുള്ള ഈ പ്രഡിക്ഷൻസിനെ കുറിച്ച് മൈത്രേയൻ്റെ അതിന് ചിലതെല്ലാം ശരിയായി വരുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ ശാസ്ത്രീയ ഭാഷ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് എന്താണ് മൈത്രേയന്? മനുഷ്യൻ്റെ സവിശേഷ കഴിവാണ് ഭാവി പ്രഡിക്റ്റ് ചെയ്യാനുള്ള കഴിവ്. അത് എല്ലാ മനുഷ്യർക്കും ഉള്ളതാണ്. അല്ലാതെ അത് ആർക്കെങ്കിലും ചിലർക്ക് മാത്രമുള്ള കഴിവൊന്നുമല്ല. ഇതിങ്ങനെ പറയുമ്പം ഭാവി മുഴുവനും പ്രഡിക്റ്റ് ചെയ്യാം എന്നുള്ള അർത്ഥത്തിലല്ല അത് പറയുന്നത്. നാളെ സൂര്യൻ രാവിലെ ഉദിക്കും എന്നൊക്കെ ആളുകൾ പറയുന്നത് പോലെ, ഇപ്പം ഈ നമ്മളിരിക്കുന്ന ഈ മുറിക്കകത്തു നിന്ന് ആ വാതിലിൽ കൂടെ ഞാൻ പുറത്ത് പോകത്തുള്ളൂ എന്ന് പറയുന്നത് ഈ മുറിക്കകത്തൊരു വാതിലേ ഉള്ളൂ. ഇങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്ക്, എത്ര കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും? ഈ മുറിക്കകത്തുനിന്ന് നമ്മൾ ഇറങ്ങിയാൽ സ്റ്റെപ്പിൽ ഇറങ്ങി താഴോട്ട് പോകാനേ പറ്റൂ. അപ്പം ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ സ്റ്റെപ്പ് ഇറങ്ങി താഴോട്ട് പോകും, ആ പ്രഡിക്ഷൻ ശരിയാകത്തില്ലേ? അപ്പോൾ അടുത്ത ജംഗ്ഷനിൽ എത്തിക്കഴിയുമ്പോൾ ഇടതോട്ടോ വലതോട്ടോ മുന്നോട്ടോ പോകാം. അപ്പോഴാണ് പ്രഡിക്ഷന് കുറച്ച് പ്രശ്നം വരും. പക്ഷേ എൻ്റെ ഒരു ഉദ്ദേശം, ഞാൻ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യാതൊരു സംശയമില്ലാതെ പറയാൻ പറ്റും, ഞാൻ മുന്നോട്ട് പോകും, ഇടത്തോട്ടും വലതോട്ടും പോകത്തില്ല എന്ന് പറയും. നിങ്ങളെ അറിയുന്ന ഒരാളിന് നിങ്ങളോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യത്തിനകത്ത് ഒത്തിരി കാര്യങ്ങൾ ശരിയായി പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും. എന്തത്ര സംശയം? അപ്പം പറഞ്ഞതെല്ലാം ശരിയാണ്, പക്ഷെ ചിലത് തെറ്റിപ്പോയി എന്ന് നമ്മൾ കാണാറുണ്ട്. ഒരു ഗിവൺ കോണ്ടെക്സ്റ്റിനകത്ത് ലോകത്ത് എല്ലാ മനുഷ്യരും, അതിനെയാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്ന മനുഷ്യജീവി എന്ന് പറയുന്നത്. മറ്റുള്ള ജീവികളെ പോലെ അല്ലാതെ വരാൻ പോകുന്ന വരായികളെ പറ്റി ആലോചിക്കണമെന്ന് പണ്ടേ പറയുന്നില്ലേ? അപ്പോൾ ആലോചിക്കുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. നമുക്ക് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാനായിട്ട് നമ്മൾ തീരുമാനിക്കുമ്പോൾ പണം നമ്മുടെ കയ്യിലിരിക്കുന്ന റിസോഴ്സസ് അനുസരിച്ചിട്ട് കാറിനകത്ത് പോകാം, ഓട്ടോറിക്ഷയിൽ പോകാം, ബസ്സിൽ പോകാം എന്നൊക്കെ നമ്മൾ തീരുമാനിക്കുന്നുണ്ടാവും. അല്ലെങ്കിൽ ഒരു കൂട്ടുകാരനെ വിളിച്ച് അയാളുടെ വാഹനത്തിൽ പോവാം. ഇതൊക്കെ ഇങ്ങനെ പലതരത്തിൽ നമ്മൾക്ക് ഓപ്ഷൻസ് ഉണ്ട്. ഇതെല്ലാം ഫ്യൂച്ചേഴ്സാണ്, ഭാവികളാണ്, അല്ലാതൊരു ഭാവിയല്ല. അപ്പം ഭാവിയിൽ നടക്കുന്ന കാര്യം എന്ന് പറയുന്നത് നമ്മളും കൂടെ ചേർന്നാണ് ആ നടക്കുന്നത്. അപ്പോൾ ഒരു ചെറിയ ചോയ്സ് നമുക്കുണ്ട്. നമ്മുടെ ചോയ്സസ് എന്ന് പറഞ്ഞാൽ പറന്നു പോകാനുള്ള ചോയ്സ് നമുക്ക് റെയിൽവേ സ്റ്റേഷനിലോട്ട് നമ്മുടെ അവസ്ഥയിലില്ല. കുറേ നാൾ കഴിയുമ്പോൾ ഒരു ഡ്രോണിനകത്തൂടെ പോകുന്നതും കൂടെ ഒരു ഓപ്ഷൻ വരും. ആ അത്രയും മേഖലയിലുള്ള ചോയ്സസിനകത്ത് നമുക്ക് ഒരു പ്ലാൻ എ ഉണ്ടാവും, ബി ഉണ്ടാവും, സി ഉണ്ടാവും, ഇത് പലതും ഉണ്ടാവും. ഇപ്പോൾ ട്രാഫിക് ജാം ഉണ്ടാകുമെന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഇറങ്ങണമെന്ന് നമ്മൾ പ്ലാൻ ചെയ്യും. അപ്പോൾ ട്രാഫിക് ജാം കാണുമ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് തന്നെയാണത്, പ്രെഡിക്റ്റ് ചെയ്യരുതോ? അപ്പോൾ നമ്മൾ പറയും ഞാനത് നേരത്തെ വിചാരിച്ചിരുന്നതാണ്,
ഇതുണ്ടാകുമെന്ന്. അതുകൊണ്ട് അടുത്ത റോഡിനകത്ത് ആ ഇടതുവശത്തുള്ള വഴി കൂടെ നമുക്ക് സ്കൂട്ടറിൽ അങ്ങ് പോയാൽ മതി. അതിനുള്ള അറേഞ്ച്മെൻറ്റ് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ശരിയാക്കാൻ നോക്കൂ. നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്ത് ട്രെയിനിൽ കയറി പോകുന്ന ഭാവിയിൽ ചെയ്യുന്ന പ്രവൃത്തിയല്ലേ. നിങ്ങൾ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്യുന്ന എങ്ങനെ? അവിടെ ചെല്ലുമ്പോൾ ട്രെയിൻ വരത്തില്ലേ? ഭാവിയിൽ ചെയ്ത പ്രവൃത്തിയല്ലേ അത്. ഭൂതത്തിൽ ചെയ്ത പ്രവൃത്തിയെ ആണ് നിങ്ങൾ ആ ഭാവിയിൽ ട്രെയിനിൽ കയറി പോകുന്നത്. പ്രിഡിക്ഷൻ എന്ന് പറയുന്നത് ധാരാളം ചെയ്യാൻ കഴിവുള്ള ജീവിയാണ് മനുഷ്യൻ. മറ്റൊരു ജീവിക്ക് ഇങ്ങനൊരു സംഭവമേ ഇല്ല. മനുഷ്യനെ മറ്റ് ജീവികളെയും പ്രധാനമായി തിരിക്കുന്ന സാധനമാണ് കാലം വെച്ചിട്ട് വരാൻ പോകുന്ന പ്രവൃത്തികളിലെ പ്ലാൻ ചെയ്യാനുള്ള കഴിവ്. അതുകൊണ്ട് നിങ്ങളൊരു 10 എണ്ണം പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്തൊരു 5 എണ്ണം ശരിയായി വരാൻ എപ്പോഴും സാധ്യതയാണ്. പക്ഷേ നേരത്തെ പറഞ്ഞ ജംഗ്ഷനിലെത്തുമ്പോൾ ഒരു കൂട്ടുകാരനെ കണ്ട് കൂട്ടുകാരൻ പറഞ്ഞ് എന്തായാലും 3 മണിക്കൂർ കഴിഞ്ഞല്ലേ ട്രെയിനുള്ളൂ, എൻ്റെ കൂടെ വാ ചായ പിടിക്കാൻ പോവാം. ഇത് ഈ പ്രഡിക്ഷനകത്ത് കാണത്തില്ല. അവിടെ വെച്ച് അയാളെ കണ്ട് ചായ കുടിക്കാൻ കയറുന്നു. ചായ കുടിക്കുന്നിടത്ത് അയാൾ പറയും, അയാൾ ട്രെയിനിൽ പോകാൻ തീരുമാനിച്ചതല്ലേ, ഞാൻ തിരുവനന്തപുരത്തേക്കാണല്ലോ നിങ്ങൾ പോകുന്നത് ട്രെയിനിൽ, ഞാൻ ഇന്ന് വൈകുന്നേരം തിരുവനന്തപുരത്തേക്ക് പോകുന്നുണ്ട്, എൻ്റെ കാറിനകത്ത് പോയാൽ നിങ്ങളുടെ അതുവരെ ഉണ്ടായിരുന്ന സകല പ്ലാനിനേക്കാളും ബെറ്റർ പ്ലാനായിട്ട് ഇത് വരും. ഇതൊരു പ്രഡിക്ഷന് കാണത്തില്ല. മറ്റതൊക്കെ പ്രഡിക്റ്റ് ചെയ്യും. ധാരാളം പ്രഡിക്ഷൻസ് ഇതുപോലെ സാധ്യമായത്. അപ്പോൾ അത് ആളുകൾ ലോകത്തിനെ പറ്റി ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നത്. ഇലക്ഷന് ജയിക്കുമെന്ന് കണ്ടെത്തുന്ന പോലും ഇങ്ങനെ സെഫോളജിയൊക്കെ ഇല്ലേ, വോട്ട് ചെയ്തവരുടെ അകത്തുനിന്ന് 10 പേരെ ആയാണ് അവരാകെ ഇൻ്റർവ്യൂ ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ഒരു ട്രെൻഡൊക്കെ പറയും. അവർ പറയുന്നതിനകത്ത് 80% ശരിയാക്കി എടുക്കാൻ കഴിവുള്ളവരുണ്ട്. സ്റ്റോക്ക് മാർക്കറ്റിനകത്ത് ഇത് ട്രേഡ് നടത്തുന്നത് എങ്ങനെയാണ്? മിസ്റ്റേക്ക് വരുമ്പോൾ തകർന്നു പോകും. പക്ഷെ ശരിയായാലോ ഭയങ്കര വിജയങ്ങളും ഉണ്ടാകും. ഭാവി കാണുക എന്ന് പറയുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഈ ജോത്സ്യമൊക്കെ ഉണ്ടായത്. ഇത് കുറച്ചുകൂടെ കറക്റ്റാക്കാൻ എന്ത് മെക്കാനിസമുണ്ട്. പക്ഷെയാണ് ഓപ്ഷൻസിനെ പറ്റിയുള്ള പഠനങ്ങൾ മനുഷ്യർക്കുണ്ടായത്. അപ്പം കണക്ക് കൂട്ട്, അപ്പോൾ എല്ലാ വേരിയബിൾസിനെയും പരിശോധിച്ച് നോക്കിയാൽ എത്ര സാധ്യതകളുണ്ട്, എന്ത് ചെയ്യാം. ഈ പറയുന്നത് അനാവശ്യമായ ലെവലിൽ അങ്ങ് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോഴാണ് പ്രവചനമൊക്കെ പഴിക്കുന്നത്. അതിൽ ഒത്തിരി കാര്യങ്ങൾ പ്രവചിക്കാൻ പറ്റും. പ്രവചിച്ചാണ് നമ്മൾ ദിവസം ജീവിക്കുന്നത്. അതിനെയാണ് നമ്മൾ പ്രതീക്ഷ എന്നൊക്കെ പറയാം. ശരിയാകാത്ത കാര്യങ്ങളല്ല, ഒത്തിരി കാര്യങ്ങൾ ശരിയാകും. അതാണ് പ്ലാൻ ചെയ്യുന്നത്. നമ്മളൊരു പെരയ്ക്ക് ഉണ്ടാക്കണം എന്ന് പറഞ്ഞ് ഭൂമി മേടിക്കുന്നിടം തൊട്ട് നമ്മൾ ചെയ്യത്തില്ലേ, എന്നിട്ടൊരു ഡിസൈൻ ചെയ്യത്തില്ലേ, എന്നിട്ടത് പണിയില്ലേ. പക്ഷേ നമ്മൾക്ക് 5 ലക്ഷം രൂപയ്ക്ക് ഉണ്ടാക്കാം എന്ന മുറി നമ്മൾ ഉണ്ടാക്കി വന്നപ്പോൾ അത് 8 ലക്ഷമായിട്ടുണ്ടാവും. 3 മാസം കൊണ്ട് ചെയ്യാം എന്ന് തീരുമാനിച്ച് ചിലപ്പോൾ 5 മാസം കൊണ്ട് അത് തീർന്നത്. എഫിഷ്യൻ്റായിട്ട് പ്ലാൻ ചെയ്തിട്ട് 1 മാസത്തിന് നേരത്തെ തീർക്കാനും പറ്റും. ഈ ഓപ്ഷൻസൊക്കെ അവിടെ ഉണ്ട്. ഈ റെയിൽവേ നമ്മളിങ്ങനെ ഇനി അങ്ങോട്ട് ആലോചിച്ചു, നിങ്ങൾ ഭാവി എന്തുമാത്രം പണിതുണ്ടാക്കിയ ജീവിയാണ് മനുഷ്യർ. അങ്ങനെയാണ് നമ്മൾ പ്ലെയിനിൽ കയറി അമേരിക്കയിലോട്ടൊക്കെ പോകുന്നത്. ഭാവിയിലോട്ടല്ലേ പോകുന്നത്. വിളിച്ചു പറയത്തില്ലേ ഞാൻ അങ്ങ് എത്തും, അപ്പോൾ അവിടെ ആൾക്കാർ കാത്തു നിൽക്കത്തില്ലേ. ഇത് മറ്റ് ജീവികൾക്ക് പറ്റുകയില്ല. അതുകൊണ്ട് ഭാവി അറിയാവുന്നവരാണോ നമ്മളെല്ലാവരും അറിയുന്നവർ? എന്താ സംശയമുണ്ടോ? ഇപ്പോൾ മനസ്സിലാകുന്നുണ്ടോ പ്രവചനങ്ങൾ ശരിയാകുന്നത് എങ്ങനെയാണ്? പക്ഷെ ആസ്ട്രോഡാമിനെ പോലുള്ള ഒരു സാധനം അതിനകത്തില്ല.
അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്ന സാധനത്തിനെ നിങ്ങൾ വായിച്ചിട്ട് ഭഗവത്ഗീത വ്യാഖ്യാനിക്കുന്ന പോലെ 1000 തരത്തിൽ വ്യാഖ്യാനിച്ചിട്ടുണ്ട് ആൾക്കാർ. നടന്ന സംഭവത്തിനെ അതിനകത്ത് വ്യാഖ്യാനിച്ച് ഉറപ്പിക്കുന്നതല്ലാത്ത ഒരു പ്രവചനവും സത്യതയില്ല. അടുത്ത 10 കൊല്ലം കഴിയുമ്പോൾ വെള്ളപ്പൊക്കം വരും, ഭൂമി കുലുങ്ങും, അഗ്നിപർവ്വതം പൊട്ടും. എന്തെത്ര സംശയമുണ്ടോ? ഭൂമിയിൽ എത്ര സ്ഥലത്ത് വേണമെങ്കിലും കടലിനടി വരെ പൊട്ടത്തില്ലേ? ഇയാൾ അറിയത്തില്ലെന്നല്ലേ ഉള്ളു. പക്ഷെ ഇയാളുടെ പ്രവചനം അനുസരിച്ചിട്ട് പൊട്ടി എന്നുള്ളത് ശരിയാക്കാനായിട്ട് കടലിനടിയിൽ ഒന്ന് നോക്കിയാൽ മതി, അവിടെ ആയിരക്കണക്കിന് അഗ്നിപർവ്വതം പൊട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു തെറ്റും വരുത്തത്തില്ല. ഭൂമി കുലുക്കും, ഭൂമി മുഴുവൻ എല്ലാ ദിവസവും ഭൂമി കുലുങ്ങുന്നുണ്ട്. നമ്മുടെ പെര തലയെ വീഴുന്ന ദിവസം മാത്രമേ നമുക്ക് ഭൂമി കുലുക്കം അറിയുള്ളൂ, മറ്റുള്ളിടത്ത് ഭൂമി കുലുക്കുമെന്നാണ്. പക്ഷേ നമ്മുടെ പ്രവചനം കറക്റ്റാക്കാൻ പറ്റും. ആ വിഷയം നമുക്ക് അറിഞ്ഞുകൂടായിരുന്നു. കറക്റ്റായിട്ട് ദേ ഇവിടെ ഭൂമി കുലുങ്ങിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഇതാണ് അദ്ദേഹം പറഞ്ഞതെന്നുള്ളതിന് എന്താ സംശയം? യുദ്ധമുണ്ടാകും. ഈ ഭൂമിയുടെ ചുറ്റിനുള്ള മനുഷ്യർ തമ്മിൽ എല്ലായിടവും യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എപ്പോഴും. ആയിരക്കണക്കിന് യുദ്ധം കണ്ട അവിടത്തിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചോളം വളരെ കൃത്യമാണ് ഈ പ്രവചനം. മറ്റുള്ളവർ അറിഞ്ഞിട്ട് പോലും ഇല്ല യുദ്ധം എന്നേ ഉള്ളൂ. സിറിയയിലെ യുദ്ധം ആരെങ്കിലും ഇപ്പോൾ ഓർക്കുന്നുണ്ടോ? എല്ലാ ദിവസവും നടക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് ആകെ ഇപ്പോൾ അറിയാവുന്ന യുദ്ധം ഏതാ? ഉക്രൈനും റഷ്യ. അത് മാത്രമേ ഉള്ളൂ നമ്മളെ സംബന്ധിച്ചോളം ശരി. പക്ഷെ പ്രവചനം ചെയ്ത ആളിനെ സംബന്ധിച്ചോളം അത് നിങ്ങൾ യുക്രൈൻ്റെ കാര്യം കറക്റ്റായിട്ടില്ല, പക്ഷേ മറ്റേത് നേരത്തെ നിങ്ങൾക്ക് നോക്കാമായിരുന്നു, അവിടെ അതായിരുന്നു ഞാൻ പ്രവചിച്ചെന്ന് പറയാൻ എന്താ പ്രശ്നം? നമ്മളെല്ലാവരും മരിക്കും എന്നൊക്കെ ഒരാൾക്ക് പ്രവചനം ചെയ്യുന്നതിനൊന്നും പാടില്ല. നിങ്ങൾ മരിച്ചില്ലെങ്കിലോ? കഷ്ടിച്ച് രക്ഷപ്പെട്ടു എന്ന് പറയുന്ന ഒത്തിരി അനുഭവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകും. ഇതെല്ലാം കറക്റ്റാക്കും. ഇതിന് ഇത്രയും വലിയ കണക്കൊന്നും വേണ്ട. നമ്മൾ ഈ കണക്ക് എന്ന് പറയുന്ന ഗണിതം കണ്ടുപിടിച്ചപ്പോഴാണ് ഗണകന്മാരുണ്ടായത്. അപ്പോൾ അവർ ഓപ്ഷൻസ് എത്രയുണ്ട്, വരാൻ പോകുന്ന ഭാവി എത്രത്തോളം സാധ്യതകളുണ്ടെന്ന് നമ്മളിപ്പോൾ ഗൂഗിൾ അൽഗോറിതം കണ്ടുപിടിച്ച് നമ്മൾ എന്താണ് അന്വേഷിക്കുന്നതെന്ന് പെട്ടെന്ന് നമ്മളോട് പറഞ്ഞു തരുന്ന പോലെ ചെയ്യാൻ പറ്റും. അത്രയും പ്ലാനിങ് ആണ് ഭാവി. ഞാൻ നാളെ അങ്ങെത്തും എന്ന് പറയുന്നത് എന്താ? ഭാവി പ്രവചനമാണ്. അപ്പോൾ നാളെ നിങ്ങൾ അവിടെ എത്തുമ്പോൾ എല്ലാവരും കൂടെ അത്ഭുതകരമായിട്ട് ഇതെന്തൊരു പറഞ്ഞതുപോലെ ഇത് ചെയ്തിരിക്കുന്നു എന്നൊക്കെ പറയുന്നത്. ഇന്ന് ആരെങ്കിലും അങ്ങനെയൊക്കെ പറയുന്നുണ്ടോ? ആ സമയത്തിനങ്ങ് എത്തിയില്ലെന്നുണ്ടെങ്കിൽ വഴിയിൽ ഓട്ടോറിക്ഷ ബ്രേക്ക് ഡൗൺ ആയതിന്, ടയർ പഞ്ചറായത് ഒക്കെ ഇതിനകത്ത് വരും. അതുപോലുള്ള കണ്ടിജൻസിയും കൂടെ നമുക്ക് പറയാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ പറയാൻ പറ്റും, ഒത്തിരി പറയാൻ പറ്റും. അല്ലാതെ ഭാവി പറയാൻ പറ്റത്തില്ലെന്ന് തെറ്റിദ്ധരിക്കാതെ. അതൊക്കെ ഭാവി എന്ന് പറയുന്നത് ഇതേപോലെ തന്നെ മനസ്സിലാക്കേണ്ടതാണ്. ലോകത്ത് നടക്കുന്ന മാറ്റങ്ങളെ മനസ്സിലാക്കാനായിട്ട് ശരിക്കും പറഞ്ഞാൽ ബയോളജി, ജീവനുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഈ സമയവും കാലമൊക്കെ ഈ ദേശമൊക്കെ ഉള്ളത്. അത് ഏറ്റവും നന്നായി ഉപയോഗിക്കുന്ന ഒരു ജീവിയാണ് മനുഷ്യൻ. ഇപ്പം ഞാൻ ഇവിടെ ഇരുന്ന് സംസാരിക്കുമ്പോൾ നമുക്ക് അതേ സമയത്ത് കേൾക്കുന്നു എന്ന് തോന്നുന്നതാണല്ലോ. ഞാൻ സംസാരിക്കുമ്പോൾ അപ്പം തന്നെ ഇയാൾ കേൾക്കുന്നു. പക്ഷേ ദൂരം അങ്ങോട്ട് കൂടുകയാണെങ്കിലോ ശബ്ദം പതുക്കെയാവും. അപ്പോൾ നമ്മൾ കൈയടിച്ച് ഉണ്ടാക്കിയ ശബ്ദം, കൈയടിച്ചതിന് ശേഷം ശബ്ദം വരുന്നത് നമ്മൾ കാണും. അതിനകത്താണെങ്കിൽ നമുക്കത് അറിയുകയില്ല. പക്ഷേ അടിച്ച ശബ്ദം ട്രാവൽ ചെയ്ത് യാത്ര ചെയ്ത് നിങ്ങളിൽ എത്തുന്നു എന്നാണല്ലോ നമ്മൾ മനസ്സിലാക്കുന്നത്. അത് ഭാവിയിലല്ലയോ കേൾക്കുന്നത്. നമ്മൾ രണ്ടുപേരും കൂടെ ഇരുന്ന് സംസാരിക്കുമ്പോഴും ഒരാൾ ഭാവിയിൽ കേൾക്കാനല്ലേ പറ്റൂ. 1 കിലോമീറ്റർ വേഗതയിലാണ് ശബ്ദം
യാത്ര ചെയ്യുന്നത്. അപ്പോൾ ആ 1 കിലോമീറ്ററിനകത്ത് നമുക്ക് വ്യത്യാസം അനുഭവിക്കത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ അപ്പം തന്നെ അത് അനുഭവിക്കുന്നു എന്ന് തോന്നുന്നു. പക്ഷെ ദൂരെ ഒരു പടക്കം പൊട്ടുമ്പോൾ നമുക്ക് എപ്പോഴും കാണാം, പടക്കം പൊട്ടി കുറെ കഴിഞ്ഞിട്ട് ആ ശബ്ദം വരുന്നത്. അപ്പോൾ നമ്മളത് അനുഭവിക്കുന്നത് എങ്ങനെയാണ്? പൊട്ടിയത് നമ്മൾ നേരത്തെ കണ്ടു കഴിഞ്ഞ്, പിന്നെയും അതേ കാര്യത്തിൻ്റെ അനുഭവം രണ്ടാമത് അനുഭവിക്കുന്നില്ലേ ശബ്ദം വന്നപ്പോൾ? അപ്പോൾ ഒരേ സമയത്ത് നടന്ന കാര്യം ഒരേ സമയത്ത് അനുഭവിക്കുകയല്ല ചെയ്യുന്നത്. നമ്മുടെ 2 ഇന്ദ്രിയങ്ങൾ 2 തരത്തിലാണ് അത് അനുഭവിച്ചത്. അങ്ങനെയാണ് ആ സംഭവം മനസ്സിലാക്കുന്നത്. കണ്ണെന്ന് പറയുന്ന ഇന്ദ്രിയം പ്രകാശമാണ് ഉപയോഗിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് കണ്ട്. കാരണം അത് 3 ലക്ഷം കിലോമീറ്റർ വേഗതയിലാണ് വരുന്നത്. അപ്പോൾ 3 ലക്ഷം കിലോമീറ്ററിനകത്ത് അത് ഒറ്റ സെക്കൻഡ് കൊണ്ട് നമ്മൾ അനുഭവിക്കും. 3 ലക്ഷം കിലോമീറ്ററിന് അർത്ഥമില്ല എന്ന് വിചാരിച്ച കാരണം കൊണ്ട് അത് യാത്ര ചെയ്തില്ലെന്നോ ഇങ്ങോട്ട് വന്നില്ലെന്നോ ഭാവിയിലേക്ക് യാത്ര ചെയ്തില്ലെന്നോ ഒന്നും അർത്ഥമില്ലല്ലോ. ശബ്ദമാണ് കേൾക്കാനിരിക്കുകയാണെങ്കിൽ എത്രയോ നാളിന് ശേഷമായിരിക്കും അത് വരുന്നത്. സമയമെന്ന് പറയുന്നതൊക്കെ ഇങ്ങനെ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, നമ്മുടെ ഒരു മെഷറിങ് റോഡാണ്. ആ ശബ്ദം അവിടുന്ന് ഉണ്ടായി ഇവിടെ വരെ വരുന്നപ്പോൾ ഉണ്ടായിരിക്കുന്ന ആ ദൈർഘ്യത്തിനെയാണ് അളക്കാനായിട്ടാണ് നമ്മൾ സമയം എന്ന് പറയുന്ന ടൂൾ ഉപയോഗിക്കുന്നത്. ഉപകരണമാണ്, നമ്മുടെ ഒരു മെഷറിങ് റോഡാണ്. പക്ഷെ അങ്ങനെ അല്ലാതെ സമയത്തിലാണ് ഈ കാര്യമെല്ലാം നടക്കുന്നതെന്നാണ് നമ്മളെപ്പോഴും പറയാറുള്ളത്. അതുകൊണ്ട് ഈ ഭാവി എന്ന് പറയുന്നത് എന്തോ അവിടെ ഇരിക്കുന്നു, ഇനി വരാൻ പോകുന്നു എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ അങ്ങനൊന്നും അല്ല സത്യത്തിൽ ഇതൊന്നുമില്ല. ലോകത്തുള്ളത് നമ്മുടെ ഇന്ദ്രിയങ്ങളാണ് അതങ്ങനെ ഫിക്സ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ എവിടെ ഇരുന്ന് ഇവിടം എന്ന് പറയുമ്പോൾ ഇയാൾ അവിടെ ഇരുന്ന് ഇവിടം എന്നല്ലാതെ പറയാറുണ്ടോ? ഇവിടം എന്ന് പറയുന്നത് എവിടെയാ? ഞാൻ ഇവിടെ എന്ന് പറഞ്ഞാൽ അവിടെ എന്നാണ് പിന്നെ പറയുന്നത്. പക്ഷെ ഇയാളോ അവിടെയാണോ ഇരിക്കുന്നത്? ഞാനല്ലയോ അവിടെ ഇരിക്കുന്നത്. ഇതാണ് നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് നമ്മൾ പെർസീവ് ചെയ്യുന്നതും കൂടെ ചേർത്തേ ഈ അനുഭവങ്ങളുള്ളൂ. ഇവിടം എന്ന് പറയുന്നത് ഇപ്പം ഇവിടുന്ന് നമ്മളിപ്പോൾ എറണാകുളത്തിരിക്കുന്നു നമ്മൾ പറയുന്നുണ്ട്. ഇവിടുന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക്, സൗത്ത് റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള ദൂരം അളക്കാനായിട്ട് തീരുമാനിച്ചാൽ ഇവിടെ നിന്ന് അളക്കുവോ അവിടെ നിന്ന് അളക്കുവോ? എവിടെയാണ് അപ്പം നമ്മൾ ഇവിടെ എന്ന് പറയുന്നത്? നമ്മൾ രണ്ടുപേരുടെ സമ്മതിച്ച് ഒരു ഇവിടെ വയ്ക്കും. അങ്ങനെയാണ്, നമ്മുടെ സമ്മതത്തിലാണ് ആ ഇവിടെ ഉള്ളത്. നമ്മൾ ഈ നിമിഷം എന്ന് നമ്മൾ പറയും. ആ നിമിഷം എന്ന് പറയുന്നതും ഇവിടം എന്ന് പറയുന്നതും നമ്മൾ തന്നെയാണ്. അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇവിടെ ഇങ്ങനെ കാലം ഒഴുകി ഈ വസ്തുക്കളെല്ലാം അതിനകത്ത് നിൽക്കുമൊന്നുമല്ല. ഈ നിമിഷം എന്ന് പറഞ്ഞാലും ഇവിടം എന്ന് പറഞ്ഞാലും ആരാണോ ഈ പ്രപഞ്ചത്തിനെ അനുഭവിക്കുന്നവർ, ആ അനുഭവിക്കുന്ന പോയിന്റിന്, അത് പോയിന്റ് എന്ന് പറയാൻ പറ്റത്തില്ല, അറിയുന്ന അനുഭവത്തിനെയാണ് നമ്മൾ ഇന്ദ്രിയങ്ങളിലൂടെ കണ്ണൊക്കെ കൊണ്ട് കാണുന്ന സ്ഥലത്ത് അതിനെ സ്പേഷ്യൽ എന്ന് പറഞ്ഞാൽ ഈ ദേശമായിട്ട് അനുഭവിക്കും. ആന്തരികമായിട്ട് അനുഭവിക്കുന്നതിനെ നമ്മൾ കാലമെന്ന് വിളിക്കും. അല്ല നിങ്ങൾ വിചാരിക്കുന്ന പോലെ കാലം ഇങ്ങനെ പുറത്തിരിക്കുമൊന്നുമല്ല. കാലത്തിൽ നിൽക്കുക അല്ല ഇതൊന്നും. കാലപ്രവാഹം എന്നാണ് പണ്ട് ആളുകൾ പറയുന്നത്. കാലനെന്ന് വിളിക്കുന്നത് കൊണ്ടാണ്. കാലം വന്ന് എല്ലാത്തിനും നശിപ്പിക്കുന്നതാണ്. എന്താണോ ഇവിടെ ഉള്ളത്
അത് മാറുന്നതാണ്. ആ മാറുന്നതിനെ മനസ്സിലാക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഈ കാലം എന്ന് പറയും. ഒരു ടൂളാണത്. ഈ മേഖലയൊക്കെ അങ്ങനെ മനസ്സിലാക്കാമെങ്കിൽ മാറുന്നതിനെ നമ്മളെവിടെയാണോ മെഷർ ചെയ്യാൻ തുടങ്ങുന്ന സ്ഥലത്തിനെ നമ്മൾ പ്രസൻറ്റ് അല്ലെന്നുണ്ടെങ്കിൽ ഇവിടം എന്ന് പറയും. ആരെല്ലാം എവിടെല്ലാം ഇരിക്കുന്നു അവരെല്ലാവരും എപ്പോഴും ഇരിക്കുന്നത് ഇവിടെയാണ്. ഈ നിമിഷത്തിലെ, നമ്മുടെ പ്രസൻ്റ് എന്ന് പറയുന്ന നിമിഷത്തിലെ, വർത്തമാനത്തിലെ അറിയുന്ന ഒരു ജീവി ഇരിക്കുകയുള്ളൂ. അത് അറിയുന്നു എന്ന് പറഞ്ഞാൽ പ്രസൻറ്റിലേ ഇരിക്കൂ. അപ്പം നമുക്ക് കാലത്തിലൂടെ യാത്ര ചെയ്യാവുന്നതാണല്ലോ. സയൻസ് ഫിക്ഷനിൽ പറയൂല്ലേ, നിങ്ങൾ കാലത്തിലൂടെ യാത്ര ചെയ്താൽ ചെല്ലുന്നിടത്തെല്ലാം പ്രസൻ്റായി പോകുമെന്നുള്ളതല്ല, അത് പാസ്റ്റിൽ ഒരിക്കലും പോകാൻ പറ്റത്തില്ല. അതിന് ഏത് ശാസ്ത്രജ്ഞൻ പറഞ്ഞാലും പോകാൻ പറ്റത്തില്ല. സ്പീൽബർഗിൻ്റെ ഒക്കെ സിനിമയ്ക്കകത്ത് കണ്ടിട്ടില്ല, പാസ്റ്റിൽ പോയി ചെയ്യുന്നത്. പാസ്റ്റിൽ നിങ്ങൾ ചെന്നാൽ അത് പ്രസൻ്റായി പോകത്തേ ഉള്ളൂ. പ്രസൻ്റ് എന്ന് പറയുന്നത് ആരാണോ അനുഭവിക്കുന്നത്, അത് മനുഷ്യൻ്റെ കാര്യം പോലുമല്ല, ജീവനുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതുകൊണ്ട് നമ്മളീ പറയുന്നത് പോലെ ഭാവി, ഭൂതം, വർത്തമാനം എന്ന് പറഞ്ഞൊന്നും ഇവിടെ ഇരുപ്പില്ല. ഭാവി പ്രവചിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അങ്ങനൊന്നും അല്ലത്. അത് നമ്മുടെ മനുഷ്യരുടെ ഒരു ടൂളാണ്. അപ്പോൾ നമ്മളെന്താണ് ഈ പറയുന്ന ഇവിടം അല്ലെങ്കിൽ ഈ നിമിഷം എന്ന് പറയുന്നത്, ആരാണോ ഇത് അനുഭവിക്കുന്നത് അവർ തന്നെയാണത്. ഇതുകൊണ്ടാണ് നമുക്ക് രണ്ടുപേർക്കും കൂടെ കോമൺ എഗ്രിമെൻ്റ് ഉണ്ടാക്കി ഒരു പോയിന്റ് കണ്ടുപിടിച്ചാലേ ഇവിടെ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ അവിടെ ഇവിടെ ആയിട്ടിരിക്കാനേ പറ്റൂ. ഇനി അവിടെ ഇവിടെ എന്ന് പറയുന്നത് അടുപ്പിച്ചടുപ്പിച്ച് വന്ന് രണ്ടുപേരും കൂടെ ഒരു ഇവിടെ ആയിപ്പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മിണ്ടാനും ഒക്കത്തില്ല. ഇതാണ് ഞാനും കൂടെ ഒന്നായി കഴിഞ്ഞാൽ എങ്ങനെ മിണ്ടും, എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും? അപ്പൊ ഇവിടം എന്ന് പറയണമെങ്കിൽ രണ്ടായിട്ട് അനുഭവിക്കുന്നിടത്ത് മാത്രമേ ഇവിടെ അവിടെ ഉള്ളൂ. ഇതാണ് ജീവാനുഭവം. ഒരു ജീവന്റെ അനുഭവം എന്ന് പറയുന്നത് ഇത് ഞാനാണ്, അത് ഞാനല്ല എന്ന് പറയുന്ന അനുഭവം, അതിത് ആരുടെയെങ്കിലും എന്നുള്ളതല്ല, ഒരു അനുഭവത്തിനെയാണ് നമ്മൾ ജീവൻ എന്ന് വിളിക്കുന്നത്. ഈ പ്രപഞ്ചം നമ്മുടെ ഇന്ദ്രിയം കൊണ്ട് അനുഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രതിഭാസം മാത്രമാണ് ഇയാൾ പറയുന്ന ഈ കാലമൊക്കെ. അത് നമ്മുടെ ഓരോ ഇന്ദ്രിയങ്ങളും വ്യത്യസ്തമായിട്ട് ഞാൻ പറഞ്ഞില്ലേ, അവിടെ പടക്കം പൊട്ടി കണ്ണിനകത്തൂടെ എപ്പോഴേ പടക്കം പൊട്ടിയത് കണ്ടു കഴിഞ്ഞ് കുറേ നേരം കഴിയുമ്പോൾ ശബ്ദം കേൾക്കും, മിന്നൽ, ഇടി, ഇതെല്ലാം നമ്മളെപ്പോഴും അനുഭവിക്കുന്നത്. പക്ഷെ നമുക്ക് ഒരു കൺഫ്യൂഷനും ഇപ്പോൾ ഇല്ല. ലോകത്തിനെ അറിയാനായിട്ട് വികസിച്ച ഇന്ദ്രിയങ്ങളിലുള്ള അനുഭവത്തിനെ മനസ്സിലാക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഈ ടൂളല്ല. അത് മോശം, ഇത് തെറ്റോ കള്ളോ ഒന്നുമല്ല ഞാനീ പറയുന്നത്. പക്ഷേ രണ്ട് അനുഭവമായിട്ട് ഒരൊറ്റ സംഭവത്തിനെ കാണും. മിന്നൽ കഴിഞ്ഞ് ഇടി വരും. ഇത് പിന്നെ നമുക്ക് പ്രവചിക്കാൻ വല്ല പാടുമുണ്ടോ? ഇങ്ങനെയാണ് ഈ അനുഭവത്തിനകത്തു നിന്നാണ് നമ്മൾ ഭാവി പ്രവചിക്കുന്നത്. മുന്നനുഭവങ്ങളെ പരിശോധിച്ചിട്ടാണ് ഭാവി പ്രവചിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻസ്, പക്ഷെ പുതിയ ഓപ്ഷൻസിനെ പറ്റി നമുക്കറിയാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ചിലതൊക്കെ പ്രവചിക്കാൻ ഒക്കാതായി പോകുന്നത് അങ്ങനെ. അപ്പോൾ 7 കൂടുന്ന കവലയിലെത്തിയാൽ ഏത് വഴി ഇയാൾ പോകും എന്ന് പറയുന്നത് നമ്മുടെ ദിശയൊക്കെ പറ്റിയുള്ള അറിവുണ്ടെങ്കിൽ കുറച്ച് പറയാം. പക്ഷെ അവിടെ ചെല്ലുമ്പോഴായിരിക്കും അത് വൺ വേ ആക്കി അതുവഴി പോകാൻ പറ്റത്തില്ല എന്ന് ഇത് വെച്ചിരിക്കുന്നത്. നോ വേ മെൻ നെറ്റ് വർക്ക് എന്ന് എഴുതി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പ്രവചനം അങ്ങ് തെറ്റും.
ഇതെല്ലാം നമ്മളെന്നും അനുഭവിക്കുന്നതാണ്. അത് ഭാവി അവിടെ ഇരിപ്പുണ്ടെന്നുള്ള തെറ്റിദ്ധാരണയൊന്നും വേണ്ട. സാധ്യതകളാണ് ഈ പറയുന്നത്. ഭാവി പ്രവചിക്കുക എന്ന് പറയുന്നത് അവിടെ ഭാവിയൊക്കെ ഇരിക്കുന്നത് കൊണ്ടല്ല, സാധ്യതകളാണ്. നമുക്ക് കിട്ടിയിട്ടുള്ള വ്യത്യസ്തമായ ഇന്ദ്രിയങ്ങളിലൂടെ കിട്ടിയിരിക്കുന്ന അറിവുകളെ ഇവിടെ ഉള്ള ഈ നിമിഷത്തിനെ അനലൈസ് ചെയ്തിട്ട് എത്ര സാധ്യതകളുണ്ടെന്ന് കണ്ടെത്തുക എന്ന് പറയുന്നതാണ് ഭാവി. ഭാവി എന്ന് അങ്ങനെയല്ല, ഭാവി ഇരിപ്പുണ്ടെന്ന് വിചാരിക്കരുത്. മുന്നറിവ്, അനുഭവവും സാധ്യതകളും തമ്മിലുള്ള കണക്ഷൻ മനസ്സിലാക്കിയിട്ട് ചെയ്യുന്നതാണ്. നമ്മൾ ലോകത്ത് കാര്യവും കാരണവും എന്നാണ് പണ്ട് പഠിച്ചത്. കാരണം ഒന്നിന്, കാര്യങ്ങൾക്കല്ല കാരണമുണ്ട് എന്നാണ്. ശരിക്കും പറഞ്ഞാൽ കാര്യകാരണം എന്ന് പറയുന്നത് പ്രപഞ്ചത്തിലുള്ളതല്ല, മനുഷ്യൻ മനസ്സിലാക്കുന്ന രീതിയാണ്. നമുക്കിപ്പോൾ ഒരു ടെറസിൻ്റെ മുകളിൽ നമ്മളൊരു ടാങ്ക് വയ്ക്കുന്നു. ടാങ്കിൽ വെള്ളം നിറയ്ക്കുന്നു, പൈപ്പ് ഇടുന്നു, ടാപ്പ് വയ്ക്കുന്നു, തുറക്കുമ്പോൾ വെള്ളം വരുന്നു. ടാപ്പിൽ വെള്ളം വരുന്നതിന് കാരണം ആ ടാങ്കിൽ വെള്ളം ഇരിക്കുന്നത് കൊണ്ടാണ് എന്ന് നമ്മൾ പറയും. ഗ്രാവിറ്റി ഉള്ളിടത്ത് മാത്രമേ ഇത് വർക്ക് ചെയ്യുള്ളൂ. ഇങ്ങനെ ആ ടാങ്ക് കാരണമാവുള്ളൂ. സ്പേസിൽ നമ്മൾ പോയി ഗ്രാവിറ്റി ഇല്ലാത്തടത്താണെന്നുണ്ടെങ്കിൽ വെള്ളം താഴോട്ട് ഒഴി വരത്തില്ല. അപ്പം ചില കണ്ടീഷൻസിനകത്ത് മാത്രമാണ് ഈ കാരണമായിട്ടിരിക്കുന്നത്. ഇനി ടാങ്ക് ഉണ്ട്, പൈപ്പ് ഉണ്ട്, ഇതെല്ലാം ഉണ്ട്. വെള്ളം അതിനകത്തില്ലെങ്കിലോ? ഇപ്പൊ വെള്ളം കാരണമായിട്ടായി മാറുന്ന സമയമുണ്ട്. പൈപ്പിന് നടുവിൽ ഒരു പൊട്ടലുണ്ടെന്നുണ്ടെങ്കിൽ വെള്ളം ഇതിലേ വരത്തില്ല, അതൊഴിയാ വീഴ പോകും. അപ്പോൾ പൈപ്പാണ് കാരണം ഇവിടെ വരുന്നതിന്. അപ്പം നമുക്ക് നോക്കുമ്പോൾ കാരണങ്ങളാവുള്ളത്, അല്ല കാരണം കാര്യങ്ങൾ. പക്ഷെ മനുഷ്യർക്ക് പെട്ടെന്ന് വിഷയം മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ റെഡ്യൂസ് ചെയ്തിട്ടാണ് ഒന്ന് രണ്ട് കാരണമാക്കുന്നത്. കാരണവും കാര്യവും അല്ല, അങ്ങനൊന്നും അല്ല ഈ പ്രപഞ്ചം ഇരിക്കുന്നത്. നമ്മളെ ആ ഒരു റെഡ്യൂസ് ചെയ്തിട്ട് ചിലത് നിർണയിച്ച് വെച്ചിട്ടാണ് നമ്മൾ കാരണമാകുന്നത്. വണ്ടി ഇടിച്ചു, അത് ഡ്രൈവറുടെ അനാസ്ഥ കൊണ്ടാണ്, അയാൾക്ക് ഉറക്കം വന്നതാണ്, ബ്രേക്ക് പൊട്ടിയതാണ്, അലക്ഷ്യമായിട്ട് ഡ്രൈവ് ചെയ്തതാണ്, എതിരെ വന്നവർ നമ്മളെ ഇടിച്ചതാണ്, അതിനകത്തുള്ള മുഴുവൻ കാര്യങ്ങൾ. ഇങ്ങനെ എത്ര കാരണങ്ങൾ കൊണ്ട് നമുക്കിത് കാണാൻ പറ്റുമെന്നൊരു ആക്സിഡൻറ്റ്. ഒരാൾ വണ്ടി ഉണ്ടാക്കിയില്ലായിരുന്നെങ്കിൽ ഇടിക്കത്തില്ലായിരുന്നെങ്കിൽ കാണാൻ പറ്റും. അപ്പോൾ നമ്മളിവിടെ നടന്ന ഈ സംഭവത്തിൻ്റെ കാരണം നോക്കി പ്രപഞ്ചം മുഴുവനുമാണെന്ന് കാണേണ്ടി വരും. അപ്പോൾ അതൊക്കെ നമ്മൾ അങ്ങനെ ചെയ്യാതെ നമ്മളിങ്ങനെ റിഡ്യൂസ് ചെയ്ത് കുറച്ച് കാരണത്തിൽ എത്തിക്കുകയാണ് ചെയ്യുന്നത്. സാധാരണ ഗതിയിൽ ഞാനിത് ആളുകൾ പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലാകാൻ പറ്റുന്നൊരു കാര്യമാണ്. ഞാൻ ഇവിടെ ഒരു കൊതു വന്നിരുന്ന് എന്നെ കുത്തു, ഞാനിങ്ങനെ നടിച്ചു, കൊതു ചത്തുപോയി. അപ്പോൾ ആളുകൾ ചോദിച്ചാൽ കൊതു ചത്തത് എങ്ങനെ? ഞാൻ അടിച്ചത് കാരണമാണ്, അപ്പം ഞാനാണ് ഉത്തരവാദി. ഇവിടെ ഒരു ആന നിൽപ്പുണ്ട്, ഞാനിങ്ങനെ നടിച്ചു, ആന അറിഞ്ഞ പോലുമില്ല. എൻ്റെ അടി കൊണ്ട് കൊതു ചത്തെങ്കിൽ എൻ്റെ അടി കൊണ്ട് ആനയും ചാകണ്ടേ? അപ്പോൾ നമ്മൾ അത് ആന വലുതാണ് ഇതൊക്കെയാണ്. അപ്പോൾ കൊതുക് വലുതാകാതിരുന്നതാണ് കാരണം. കൊതുകിന് ആരോഗ്യമില്ലാതിരുന്നതിന് ഞാനെങ്ങനെ എൻ്റെ അടി കൊണ്ടാണ് ചാകുന്നതെങ്കിൽ? ഇങ്ങനെ നമ്മൾ ആലോചിച്ച് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ കുറ്റവാളികളെയൊക്കെ കണ്ടുപിടിക്കാൻ പാടാണ്. അങ്ങനെയാണ് നമ്മൾ ഈ കുറ്റവാളികളെയൊക്കെ കണ്ടുപിടിക്കുന്നത്. വെട്ടുകത്തി വെച്ച് വെട്ടുകത്തി കണ്ടുപിടിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഇയാൾ വെട്ടാൻ പറ്റുമോ? വെട്ടുകത്തിക്ക് മൂർച്ചയില്ലായിരുന്നെങ്കിൽ മറ്റേ ആൾ ചാവുമോ? വെട്ടിയപ്പോൾ അയാൾ ഒഴിയാതിരുന്നത് കൊണ്ടാണ് അയാൾ വെട്ടുകൊണ്ടത്. ഒഴിയാനറിയാവുന്നവരെ വെട്ടിയാൽ ചാകത്തില്ല എന്നുള്ള തെളിവല്ലേ? എന്നെല്ലാം കാര്യതരത്തിൽ അത്
കോടതിയിലോട്ട് ചെല്ലുമ്പോൾ ഇതുപോലാണ് ഈ വക്കീലന്മാരിത് വ്യാഖ്യാനിച്ച് പറയും. നമ്മളൊരു ലോകത്തിനെ മനസ്സിലാക്കുമ്പോൾ ഉണ്ടാക്കിയതാണ് കാര്യകാരണം. അല്ലാതെ തീ ഉള്ളിടത്തെല്ലാം പുകയുണ്ടാകും എന്നൊക്കെ പറഞ്ഞിട്ട് പണ്ടത്തെ ഭയങ്കര തർക്കശാസ്ത്രത്തിൽ പറയുന്നതാണ്. തീ ഉള്ളിടത്തെല്ലാം നമ്മൾ പറയും തീയുള്ളിടത്ത് മുഴുവൻ ഇതും കത്തിത്തീരുവാണെങ്കിൽ ഒരു പുകയും ഉണ്ടാകത്തില്ല. അപ്പൊ ആവശ്യത്തിന് ടെമ്പറേച്ചർ അവിടെ ഇല്ലാത്തതുകൊണ്ടാണ് ഈ പുകയുണ്ടായത്. തീ കാരണമല്ല പുക, മുഴുവൻ കത്താത്ത ഫ്യൂവൽ കാരണമാണ് പുക. അപ്പൊ തീയും പുകയും ഭയങ്കര എന്ന് പണ്ടേ ഇവിടെ എന്താ പറയണ്ടേ, ഈ തർക്കശാസ്ത്രക്കാരുടെ ഭയങ്കര സാധനങ്ങളാണ് ഇതൊക്കെ. പുകയുള്ളിടത്തെല്ലാം തീ ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കൃത്യമായിട്ട് കാണരുത്. അഗ്നിപർവ്വതം പൊട്ടിയിട്ട് പോക എത്രയോ മൈലുകൾ ദൂരെയായിട്ട് അത് നിൽക്കുന്നുണ്ടാകും. അപ്പൊ അത് തമ്മിൽ കണക്ട് ചെയ്യാനായിട്ട് നമുക്ക് നമ്മൾ പിന്നെ ഈ വിഷയങ്ങളൊക്കെ അറിയുന്നതുകൊണ്ടാണ് അത് കാരണമാണ് അഗ്നിപർവ്വതം പൊട്ടിയിട്ടാണ് നീ പോയി ഇവിടെ കാണുന്നത്. പക്ഷെ അല്ലാതെ അവിടെ നിന്ന് നോക്കിയാൽ കിട്ടത്തില്ല. എത്ര തരത്തിൽ ഇതിനെയൊക്കെ വ്യാഖ്യാനിക്കാൻ പറ്റും. പക്ഷെ ജീവിക്കാനും നമുക്ക് ഈ പറഞ്ഞ കാര്യകാരണമൊക്കെ വെച്ചിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റും. പക്ഷെ കാര്യങ്ങളൊക്കെ അങ്ങനെയാണെന്ന് വാശി പിടിക്കരുത്. നേരത്തെ പറഞ്ഞില്ലേ, ഇപ്പോൾ ഭൂതം മറ്റേ സ്പീൽബർഗിന്റെ സിനിമകൾ എത്ര ഉണ്ടെന്നറിയാം. ഭൂതത്തിലേക്ക് പോയി പറഞ്ഞാൽ ഇയാളുടെ അച്ഛൻ്റെ കല്യാണത്തിനൊക്കെ ഇടപെടുന്നതൊക്കെ ആയിട്ടുള്ള സിനിമകളുണ്ട്. ഞാൻ പറയുന്നത് നമ്മളവിടെ പോയാൽ പ്രസന്റ് ആകുക എന്നുള്ളതല്ലാതെ ഒരിക്കലും പാസ്റ്റിൽ ഒരാൾക്കും പോകാൻ പറ്റത്തില്ല. ഇതാണ് യാഥാർത്ഥ്യം. നമ്മുടെ മനസ്സിലാക്കലാണ്, ജീവന്റെ മനസ്സിലാക്കലിലാണ് കാലമിരിക്കുന്നത്. അല്ലാതെ ഭാവിയും ഭൂതവും വർത്തമാനവും ഒന്നുമില്ല. നമ്മുടെ മെഷറിംഗ് റോഡാണ്. അപ്പൊ സാധ്യതകളെ പറ്റിയാണ് നമ്മളീ പറയുന്നത്. അത് മുൻ അനുഭവത്തിൻ്റെ അനാലിസിസിലാണ് റിഫ്ലക്റ്റ് ചെയ്തിട്ട് എത്ര സാധ്യതയുണ്ട്. ഇതൊക്കെ നമ്മളിപ്പോൾ ഈ കാലം വെച്ചിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ചിട്ടേ എനിക്ക് നിങ്ങൾ സംസാരിക്കാനൊക്കെ പറ്റുള്ളൂ. അല്ലാതെ ഞാനൊരു പുതിയ ഭാഷ പറയേണ്ടത്. ഈ മേഖലകളിലോട്ട് നമ്മൾ പോയി കഴിയുമ്പോഴാണ് ഏറ്റവും ചെറിയ യൂണിറ്റ് നിമിഷം എന്ന് പണ്ട് പറയുന്നത് ഈ കണ്ണിങ്ങനെ അടച്ച് തുറക്കുന്നതാണ്. ഇന്ന് കണ്ണടച്ച് തുറക്കുന്ന സമയം കൊണ്ട് എന്താണ് പ്രകാശത്തിന് 3 ലക്ഷം കിലോമീറ്റർ പോവാം. അതിനകത്ത് ഈ കണ്ണടച്ച് തുറക്കുന്ന നിമിഷം എന്ന് പറയുന്ന നിമിഷം ഏറ്റവും ചെറിയ യൂണിറ്റ് ആയിട്ട് വെച്ചിരുന്നതാണ്. ആ യൂണിറ്റിനകത്ത് 3 ലക്ഷം കിലോമീറ്ററിന് അർത്ഥമില്ല. പ്രകാശത്തിനോട് നമ്മൾ ചോദിക്കുകയാണ് കഴിഞ്ഞാൽ ഞാൻ എല്ലായിടവും ഉണ്ട്, 3 ലക്ഷം കിലോമീറ്ററിനകത്താണ് ഞാൻ എല്ലായിടവും ഉണ്ട്. ഏറ്റവും ചെറിയ യൂണിറ്റ് അത് വെച്ചാൽ. പക്ഷെ നമ്മളപ്പോൾ ഇന്ന് നമുക്ക് പുറകോട്ട് കൊണ്ടുപോയി ഈ നിമിഷങ്ങളെയൊക്കെ മുറിക്കാൻ പറ്റും. ഇപ്പം നാനോ സെക്കൻഡ് എന്നൊക്കെ പറയുന്ന സെക്കൻഡുകളൊക്കെ ഉണ്ട്. അതിനൊക്കെ ഒത്തിരി ഇതുണ്ട്, എനിക്ക് എല്ലാം അറിഞ്ഞുകൂടാ. എന്നാൽ ഏറ്റവും അവസാനത്തേത് പ്ലാങ്ക് ടൈം ആണെന്നറിയാം. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കണക്ക്, കാരണം ഈ രണ്ട് താനും ഞാനും കൂടെ ഒന്നിച്ചിരിക്കുന്ന പോലെയാണത്. അവിടെ 2 ആക്കാൻ പറ്റത്തില്ല, കണക്ക് പോലും 2 ആക്കാൻ പറ്റത്തില്ല. അതിനാണ് പ്ലാങ്ക് ടൈമെന്നും പ്ലാങ്ക് മാസ്, പ്ലാങ്ക് സ്പേസും ഒക്കെ വരും. അത് 10 - 44 43 ആണ്. അത് എനിക്ക് കണക്ക് വെച്ചിട്ട് പറഞ്ഞു തരാൻ അറിയില്ല. പക്ഷെ അതിന് പുറകിലും മനുഷ്യന് കണക്കൊക്കെ എടുക്കാനേ പറ്റത്തില്ല. അപ്പം ഇങ്ങനെയൊക്കെ നിൽക്കുന്ന എന്ന് പറഞ്ഞാൽ അറിയുന്നത്, മനുഷ്യൻ്റെ കാര്യം പോലും അല്ല, അറിയുന്ന ജീവനുമായി ബന്ധപ്പെട്ട അനുഭവത്തിന് അകത്ത് മാത്രമുള്ളതാണ് ഈ അളവ്. കാലം അല്ല, കാലത്തിൽ ഈ പ്രപഞ്ചം നിൽക്കുന്നു എന്നല്ല മനസ്സിലാക്കേണ്ടത്. പ്രപഞ്ചത്തിൻ്റെ മാറ്റങ്ങളെ മനസ്സിലാക്കുന്നതിനെ നമ്മൾ ഉപയോഗിക്കുന്ന മെഷറിംഗ് റോഡായിട്ട് മനസ്സിലാക്കണം. 2 ആയിരിക്കുന്നിടത്തേ അളവുകളുള്ളൂ.
അതുകൊണ്ടാണ് നമുക്ക് ബിഗ് ബാങ് എന്ന് പറയുന്നിടത്ത് ചെല്ലുമ്പോൾ പിന്നെ അത് മനസ്സിലാക്കാനോ അളക്കാനോ പറയാനോ കഴിയാതായി പോകുന്നത്. ഈ അളവ് എന്ന് പറയുന്നത് സാധ്യമല്ലാതായി പോകുന്നുണ്ട്. അതുകൊണ്ട് മാത്രമാണ് അത് തുടക്കമാകുന്നത്. കാരണം നമുക്ക് അളക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. സിംഗുലാരിറ്റി എന്ന് പറയുന്ന അല്ലെങ്കിൽ അദ്വൈത അവസ്ഥ എന്ന് പറയുന്ന അത് മെഷർ ചെയ്യാൻ കഴിയാതിരിക്കുന്നത് കൊണ്ടാണ് തുടക്കമായിട്ട് പറയുന്നത്. അങ്ങനെ അല്ലാതെ അപ്പോഴാണ് നമ്മൾ ഈ കാലം ആരംഭിച്ചു എന്ന് പറയേണ്ടി വരും. രണ്ടാകുന്ന സ്ഥലത്തേ നമുക്ക് ദേശമെന്നും കാലമെന്നും പറയുന്ന മെഷറിംഗ് റോഡ് ഉണ്ടാവുള്ളൂ. അത് രണ്ടും ഉണ്ടെങ്കിലേ നമുക്ക് അളക്കാനും പറ്റുള്ളൂ. അതൊരിക്കൽ അളന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ പ്രവചനം സാധ്യം. അപ്പോഴും സങ്കീർണതകൾ വർദ്ധിക്കുന്ന പ്രപഞ്ചത്തിലാണ് നമ്മളുള്ളത്. സങ്കീർണതകൾ വർദ്ധിച്ചാണ്. ഒന്നായിട്ട് അനുഭവിച്ചിരുന്നിടത്തു നിന്ന് 2ആയി 4ആയി 8ആയി 10ആയി ഇങ്ങനെ എക്സ്പൊണൻഷ്യൽ എന്ന് പറയുന്നത്. അതിനെയാണ് അവർ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. -10 - 33 എന്നൊക്കെ പറയുമ്പോഴത്തേന് അത് -33 ഒക്കെയാണ് കേട്ടോ. അത്രയും ആ സമയത്ത് തന്നെ ബില്യൺസ് മൈല് നമ്മൾ അളക്കുന്ന മൈലിൻ്റെ വലിപ്പത്തിൽ പെട്ടെന്ന് ഇത് വീർക്കുക എന്നാണ് സംഭവിച്ചതായിട്ടാണ് പ്രപഞ്ചത്തിനെ പറ്റി നമ്മൾ മനസ്സിലാക്കുന്നത്. അത് കഴിഞ്ഞാൽ നമുക്ക് മെഷർ ചെയ്യാം. പിന്നെ നമ്മൾക്ക് മെഷർമെൻ്റ് ഉണ്ട്. ആ മെഷർ ചെയ്തിട്ടാണ് നമ്മൾ ഈ ഭാവിയും ഭൂതവും ഒക്കെ വെച്ചിട്ട് പറയുന്നത്. പക്ഷെ പ്രപഞ്ചം യഥാർത്ഥത്തിൽ ഭാവിയും ഭൂതവും വർത്തമാനമായിട്ടിരിക്കുന്നതില്ല, നിത്യവർത്തമാനത്തിലിരിക്കുന്നതായിട്ട് ഒക്കെയാണ് ബുദ്ധനൊക്കെ പറയുന്നത്. കാലഗണന നമ്മുടെ ടൂളാണ്. അതുകൊണ്ട് പ്രപഞ്ചത്തിനകത്ത് ഭാവി കാണാം എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ കണക്ക് കൊണ്ട്, ഇവിടുത്തെ അനാലിസിസ് കൊണ്ട്, ഇവിടെ ഇപ്പം നടക്കുന്ന കാര്യങ്ങൾ കൊണ്ട് സാധ്യതകളാണ് അനാവരണം ചെയ്ത് പറയുന്നത്. ഇത് ആർക്കും പറ്റും. അതുകൊണ്ടാണ് ഞാൻ ആരെങ്കിലും ചിലർ പറയുമ്പോൾ മാത്രം അവരെത്രയോ കാര്യങ്ങൾ അവിടെ അതിനകത്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ടെന്നറിയാം. അത് എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാവുന്ന എഴുത്തുകളാണ് അതല്ല. ഈ നോസ്ട്രഡാമസും ഒരു റഷ്യക്കാരി സ്ത്രീ, അവരുടെ പേരെന്താന്ന് മറന്നുപോയി, വാങ്കെ. അപ്പം അതെല്ലാം ഏത് തരത്തിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ വ്യാഖ്യാനിക്കാനായിട്ടിരിക്കുന്ന ആളിന് ലോകത്ത് നമുക്ക് എത്രത്തോളം പുത്തൻ അറിവുകളുണ്ടോ അതെല്ലാം വയ്ക്കാം. ഭയങ്കര സംഭവങ്ങൾ പ്രപഞ്ചത്തിൽ നടക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർനോവ പൊട്ടുന്നതൊക്കെ പറയാം. ആർക്കും പിന്നെ അഭിപ്രായ വ്യത്യാസമൊന്നും പറയാനൊക്കത്തില്ല. നക്ഷത്രങ്ങൾ ഉണ്ടാകുക എന്ന് പറയുന്നതും അണഞ്ഞു പോവുക എന്ന് പറയുന്നതും പൊട്ടിത്തെറിക്കുക എന്ന് പറയുന്നതൊക്കെ എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രപഞ്ചമാണിത്. അല്ലാതെ ഈ മനുഷ്യരുടെ കുറച്ച് പേര് ചത്തുപോകുന്നതും വെള്ളം കയറുന്നതും മാത്രമൊന്നുമല്ല. വെള്ളപ്പൊക്കം ഉണ്ടാകുന്നതെന്ന് പറയുന്നു, കൊടുങ്കാറ്റ് വരുന്നതെന്ന് മാത്രമല്ല ഈ പ്രവചിക്കാൻ പറ്റുന്നത്. സൂര്യനെ അണഞ്ഞു പോകുന്നതിനെ പറ്റിയൊക്കെ ഇവർ ഫിസിസിസ്റ്റുകൾ പ്രവചിക്കത്തില്ല. അവർക്ക് പറയാൻ പറ്റും ഇതല്ല. ഇവിടുത്തെ ഈ പറയുന്ന മരക്കാളും കൂടുതൽ പ്രവചിക്കാൻ പറ്റുന്നവരാണ് ഫിസിസിസ്റ്റുകളല്ല. ഈ മെക്കാനിസം ഉപയോഗിക്കുന്നുണ്ട്. ഇത് മാറ്റത്തിനൊരു ദിശയുണ്ട്. അതിനെയാണ് നമ്മൾ കാലം വെച്ച് മനസ്സിലാക്കുന്നത്. മാറ്റത്തിൻ്റെ ഒരു ദിശ, ആ ദിശ വെച്ചിട്ടാണ് നമ്മൾ പ്രവചിക്കുന്നത്. പക്ഷെ അതിനെതിരായിട്ടുള്ള ഒത്തിരി കാര്യങ്ങളും സംഭവിക്കും. കാരണം ആരുടെ പെർസെപ്ഷനിൽ നിന്നാണ് ഈ ദിശ പറയുന്നതിനനുസരിച്ചിട്ടൊന്നുമല്ല. ഓരോ ആളിൻ്റെ അനുഭവത്തിൽ നിന്ന് മാത്രമേ വീണ്ടും ദിശ പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ എൻട്രോപ്പിയെ പറ്റി പറയുന്ന സമയത്ത് അങ്ങനെ മനസ്സിലാക്കണം. ഇരിക്കുന്ന അവസ്ഥ കൂടുതൽ കോംപ്ലക്സ് ആകുന്നു എന്നുള്ളതേ ഉള്ളൂ. ഡിസോർഡർ എന്ന് നമ്മൾ പറയും. ഓർഡറിൽ നിന്ന് ഡിസോർഡറിലേക്കാണ് പ്രപഞ്ചം പോകുന്നതെന്ന് പറയും. പക്ഷെ നമ്മൾ ഇരിക്കുന്ന അവസ്ഥയിൽ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത് ഈ നമ്മുടെ ഈ മുറിക്കകത്തിരിക്കുന്നതെല്ലാം ഓർഡറിൽ ഇരിക്കുകയാണെന്ന് നമ്മൾ സങ്കല്പിക്കുന്നതുകൊണ്ടാണ് പിന്നെ ഡിസോർഡർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കയറി വരുന്ന ഒരാളിനെ സംബന്ധിച്ചോളം
ആദ്യം കാണുന്നതാണ് ഓർഡർ. അപ്പം അത് നമുക്ക് പലതരത്തിൽ അവിടെ ഇരിക്കുന്ന സാധനങ്ങളെല്ലാം നമ്മൾ അടുക്കി പെറുക്കി വെച്ചിട്ട് നമ്മൾ വരെയാണ് ഇവിടെ ഓർഡറായി എന്ന് പറഞ്ഞാൽ അത് അല്ല ഈ എൻട്രോപ്പി എന്ന് പറയുന്നത്. ഇത് എൻട്രോപ്പിയാണ് ഈ നമ്മൾ ഓർഡർ ആകുക എന്ന് പറയുന്നത്. ഈ അനുഭവിക്കുന്ന ആളുമായി ബന്ധപ്പെട്ട് മാത്രമേ ആ കാര്യം അങ്ങനെ പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ കോഴിമുട്ട താഴോട്ട് വീണ് പൊട്ടുന്നതാണ് എപ്പോഴും എൻട്രോപ്പി കാണിക്കുന്നതിനുള്ള. ഈ മുട്ട ഒരിക്കലും ഇനി പഴയ കോഴിമുട്ടയായിട്ട് മാറത്തില്ല. ഇതാണ് ദിശ. ഇത് നമുക്ക് പറയുന്നത്, അപ്പം ഇത് ലോകത്തിനകത്ത് ഏത് എടുക്കുന്ന സമയത്ത് ഇതുപോലുള്ള ഒരു ബോഡി ചേർന്ന്, 2 ബോഡി ചേർന്ന്, 5 ബോഡി ചേർന്ന്, അങ്ങനെ ആയിരക്കണക്കിന് കോടിക്കണക്കിന് ചേർന്ന് ഒരു നക്ഷത്രം ഉണ്ടാകുക എന്ന് പറയുന്ന ഒരു ഓർഡറായിട്ട് മാറുന്നത് കാണിക്കാൻ പറ്റും. ഒരു നക്ഷത്രത്തിൽ ആണ് നമ്മൾ ആരംഭിക്കുന്നതെങ്കിൽ കത്തിക്ക് നിൽക്കുന്ന നക്ഷത്രം അണയുന്നത് ഡിസോർഡറായിട്ട് കാണിക്കാൻ പറ്റും. ഇതും ഇതിനകത്ത് വെച്ച് മനസ്സിലാക്കിയേ പറ്റുള്ളൂ. ഇത് മനുഷ്യൻ എന്ന് പറയും, മനുഷ്യനെന്നല്ല അറിയുന്ന ആൾ എന്നേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. മനുഷ്യരാണ് നമ്മളായതുകൊണ്ട് ഇനി മനുഷ്യരുടെ കാര്യം അറിയുന്നു എന്നുള്ളതേ ഉള്ളൂ. ഒരറിവിന് പ്രപഞ്ചത്തിൽ നിരന്തരം മാറുന്നതിൻ്റെ ദിശയെപ്പറ്റി പറയുന്നതിന് ഉപയോഗിക്കുന്ന, അതിനെ മെഷർ ചെയ്യുന്ന ടൂളായിട്ട് കാലത്തിനെയും ദേശത്തിനെയും മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന ഭാവി പ്രവചിക്കുന്നവരാണ് നമ്മളെല്ലാവരും. പക്ഷെ വേരിയബിൾസ് കൂടുമ്പോൾ പ്രവചനം പാടായി മാറും. അപ്പോൾ കുറേ ശരിയാകും, കുറേ തെറ്റ്. ഇത് തന്നെയുള്ളൂ ഈ പറയുന്ന ഈ കണക്കന്മാർ, ജ്യോതിഷികളും പ്രവചനം ചെയ്യുന്നവരും ചെയ്യുന്ന, അത്രേ ഉള്ളൂ. അല്ലാതെ ഇയാൾ പറയുന്ന പോലെ ചിലത് ശരിയാകുന്നു, ഇയാൾക്കും കഴിയും, ഒരു പേടിയും വേണ്ട, ഇഷ്ടംപോലെ പറയാം. എന്തുമാത്രം കാര്യങ്ങളൊക്കെ ഇയാൾക്ക് പ്രവചിക്കാൻ പറ്റും. അത് കുറേ ശരിയാകും, കുറേ തെറ്റാകും. ശരിയാകുന്നത് മാത്രം നമ്മൾ ഓർക്കും, ഇത്രയേ ഉള്ളൂ. അപ്പം അതുകൊണ്ടാണ് ഇത് ശരിയായെന്നുള്ള ഓർമ്മകൾ. തെറ്റായതെല്ലാം മറന്നു പോകും. എന്ന് നമ്മുടെ പ്രയോജനം, നമുക്ക് പ്രയോജനപ്പെടുന്നത് മാത്രമേ നമ്മൾ ഓർക്കുള്ളൂ. ഏത് തരത്തിലാണ് പ്രയോജനം ഉണ്ടാകുന്നത്? ജീവന് സന്തോഷം ഉണ്ടാകുന്നത് പ്രയോജനകരമാണ്. ദുഃഖം ഉണ്ടാകുന്നത് ഇനി ആവർത്തിക്കാതിരിക്കാൻ അത് ഓർക്കേണ്ടി വരും. ഇപ്പോൾ 2 കാര്യമാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ഓർക്കുന്നത്. 10 ദിവസം കഴിഞ്ഞ് ഇയാൾ ഓർക്കാനായിട്ട്, ഇപ്പം ഞാനീ പറയുന്ന കാര്യങ്ങളെ പറ്റി ഓർക്കാൻ വളരെ കുറച്ചേ ഓർക്കത്തുള്ളൂ. ചിലത് ഓർക്കും. അത് ഇയാൾക്ക് പ്രയോജനമുള്ളതായിട്ട് മനസ്സിൽ പുതിയൊരു കാര്യം കിട്ടിയതുപോലെ തോന്നുന്നതുകൊണ്ടാണ് അത് ഓർക്കുന്നത്. അപ്പോൾ ജീവൻ്റെ അനുഭവം എങ്ങനെയാണ്? സന്തോഷമുള്ളതാണെങ്കിൽ അത് ആവർത്തിക്കാൻ വേണ്ടി ഓർക്കണം. ആ സാഹചര്യത്തിനകത്ത് അത് ഉണ്ടാക്കാനായിട്ട് വേണ്ടി ഓർക്കണം. ദുഃഖമുള്ളതാണെങ്കിൽ ആവർത്തിക്കാതിരിക്കാൻ അത് ഓർക്കണം. അപ്പോൾ നമ്മുടെ ഈ ഓർമ്മയെന്ന് പറയുന്നതിനകത്ത് ഈ 2 എണ്ണമായിരിക്കും പ്രധാനം. ജീവൻ എപ്പോഴും അതിൻ്റെ പ്രയോജനവുമായിട്ട് ബന്ധപ്പെട്ട്, ആ അനുഭവത്തിൻ്റെ പ്രയോജനവുമായി ബന്ധപ്പെട്ട അളവാണ് ചെയ്യുന്നത്. ആവർത്തിക്കേണ്ടതിനെ ഓർക്കും, ആവർത്തിക്കാതിരിക്കുന്നതിനെ ഓർക്കും. ഇതുകൊണ്ടാണ് എപ്പോഴും ജീവിതത്തിനകത്ത് ദുഃഖവും സന്തോഷവും ഓർമ്മിക്കുന്ന കാര്യങ്ങളായിട്ട് മാറുന്നത്. 24 മണിക്കൂറും നമ്മൾ ജീവിച്ചിരിക്കുന്നെങ്കിലും ഒരാഴ്ച കഴിഞ്ഞിട്ട് ഈ ദിവസത്തെ കാര്യം ചോദിച്ചാൽ വളരെ കുറച്ച് കാര്യം ഓർക്കത്തുള്ളൂ. കാരണം ഇത് 2 മാത്രമേ രജിസ്റ്റർ ചെയ്തോടെ വയ്ക്കുകയുള്ളൂ. സന്തോഷം ഉണ്ടാകുന്ന ആ അനുഭവത്തിനെ സന്തോഷത്തിൻ്റെ മണം ചേർത്താണ് വയ്ക്കുന്നത്. ആ ഇമോഷൻ, ആ വികാരം കൂടെ ചേർത്തായിരിക്കും വയ്ക്കുന്നത്. വിഷമം ഉണ്ടാക്കിയ, നഷ്ടം ഉണ്ടാക്കിയ ഒരു അനുഭവത്തിന് ദുഃഖത്തിൻ്റെ ഇമോഷനും കൂടെ ചേർത്ത് വയ്ക്കുക. അപ്പം ഇത് 2 പ്രധാനമാക്കി മാറ്റുന്ന പറഞ്ഞാൽ ആവർത്തിക്കാനോ ആവർത്തിക്കാതിരിക്കാനുമാണ്. അതുകൊണ്ട് നമ്മുടെ ഓർമ്മ എന്ന് പറയുന്നത് ജീവന് ആവശ്യമായിട്ടുള്ള ഈ 2 ഓർമ്മകളാണ് പ്രധാനമായിട്ടുള്ളത്. അപ്പോൾ സന്തോഷം ഉണ്ടാകുന്നതും ദുഃഖം ഉണ്ടാക്കുന്നതും, കൂടുതലും ദുഃഖം ഉണ്ടാക്കുന്ന ഓർക്കുന്നതെന്ന് പറഞ്ഞാൽ അത് ആവർത്തിക്കരുത് എന്നുള്ളത് കൊണ്ടാണ്.
അതുകൊണ്ടാണ് ആളുകൾ ജീവിതത്തിനെ പറ്റി ആലോചിച്ച ദീർഘവിശ്വാസം വിടുന്നവരാ കൂടുതൽ വരും. പുറകോട്ട് നോക്കിക്കഴിഞ്ഞാൽ അങ്ങ് ദുഃഖത്തിൻ്റെ പ്രശ്നങ്ങളേ ഉള്ളു. അത് മുഴുവനും ഈ ജീവിക്കാനായിട്ടുള്ള അറിവാണ്, ജീവിക്കാനുള്ള അറിവാണ്. ആവർത്തിക്കരുത് അത്. അതുകൊണ്ടാണ് ദുഃഖം മാല പോലെ കോർത്താണ് നമ്മൾ കഴുത്തയിലിട്ട് മാലയായിട്ട് ഇട്ടേക്കും. ഒരാളോട് ചോദിച്ചു പോയാൽ അപ്പം തന്നെ കരച്ചിൽ തുടങ്ങും. അതേ സമയത്ത് സന്തോഷം ഇതേപോലെ മാല കോർത്ത് കഴുത്തലിടാനൊക്കെ. ഈ രണ്ട് തരത്തിലെ മനുഷ്യരായിരിക്കും എപ്പോഴും ഉള്ളത്. കൂടുതൽ പേരും അങ്ങനെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഈ പോസിറ്റീവ് മൈൻഡും നെഗറ്റീവ് മൈൻഡും ഒക്കെ പറഞ്ഞ ആൾക്കാർ പറയുന്നതൊക്കെ. ആവർത്തിക്കേണ്ട ഓർമ്മകളും ആവർത്തിച്ചുകൂടാത്ത അനുഭവങ്ങളും അതിൻ്റെ ഓർമ്മകളും ആണ് സൂക്ഷിക്കപ്പെടുന്നത്. ഇതിൻ്റെ എണ്ണം അനുസരിച്ചിട്ട് ഏതിലേക്ക് നോക്കണമെന്നും എങ്ങനെ ചെയ്യണമെന്നൊക്കെ പറയുന്നതാണ് ഈ സകല എന്താ പറയണ്ടേ, ഈ മാനേജ്മെൻറ്റ് ട്രെയിനീസ് തൊട്ട് സകല സ്വാമിമാരുടെയും പണി ഇതാ. സന്തോഷം ഉണ്ടാക്കാനുള്ള വിദ്യ പഠിപ്പിച്ചു തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും വണ്ടി കയറി അങ്ങോട്ട് പോകും. അതിന് ഈ ഇവന്മാരെല്ലാവരും 5000 രൂപ തൊട്ട് 5 ലക്ഷം രൂപ വരെ ഫീസും മേടിക്കും. ആകെ ഇത്രയാണുള്ളത്. നല്ല പ്ലാൻ ചെയ്താൽ നമ്മുടെ ഭാവി ഒരു 60-70% വരെയൊക്കെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. അങ്ങനെ നമ്മളെല്ലാവരും ദിവസം ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ. അതുകൊണ്ട് എല്ലാവരും നോസ്ട്രഡാമസാ, പേടിക്കണ്ട. അല്ലാതെ ചിലർ പറയുന്നതല്ല. ഒരു ഫോൺ വരുന്നു, 90% നമുക്കറിയാം വിളിക്കുന്നത് എൻ്റെ അമ്മയാണെന്നോ അല്ലെങ്കിൽ കൂട്ടുകാരനാണ് എന്ന് മിക്കവാറും വിചാരിച്ചിട്ട് തന്നെ ആയിരിക്കും നമ്മൾ എടുക്കുമ്പോൾ അമ്മ. അപ്പോൾ നമുക്ക് നേരത്തെ അമ്മ വിളിക്കുമെന്ന് എനിക്ക് തോന്നി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ സംസാരിക്കും. അമ്മ അല്ലെങ്കിലോ ഒരു സെക്കൻഡ് പോലും എടുക്കത്തില്ല. നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും. അമ്മയല്ല, നമ്മൾ പ്രതീക്ഷിച്ച ആളല്ല വിളിച്ച് വേറെ കാര്യം പറയുകയൊക്കെ ചെയ്യും. പക്ഷെ അമ്മയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സംശയമൊന്നുമില്ല. നമുക്ക് നേരത്തെ ഇൻഫർമേഷൻ വന്നു എന്ന് വിചാരിച്ചിട്ട് ആളുകൾ പറയും. എത്ര തവണ ഇത് സംഭവിക്കാറുണ്ട്. നീ വിളിക്കുമെന്ന് വിചാരിക്കുക. ഇത് ആ പരിചയമുള്ള ആളുകൾ തമ്മിൽ നടക്കുന്ന ഈ സംഭവങ്ങളിനകത്ത് മുഴുവൻ എന്നും സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. പക്ഷെ അങ്ങനെ അല്ലാത്ത അനുഭവങ്ങൾ എപ്പോഴും ഉണ്ട്. പക്ഷെ അത് നമുക്ക് ആവശ്യമില്ലാത്തതുകൊണ്ട് നമ്മൾ ഓർക്കത്തില്ല. അതുകൊണ്ട് ഒരാൾ പ്രവചിച്ചാൽ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ഓർക്കും. അങ്ങനെയാണ് അതെല്ലാം നിൽക്കുന്നത്. ജ്യോത്സ്യം പറഞ്ഞാൽ പകുതി കാര്യങ്ങൾ നമ്മളങ്ങ് ഉപേക്ഷിച്ച് കളയും. നടന്ന കാര്യം മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ, പ്രയോജനപ്പെട്ട കാര്യം മാത്രമേ നമ്മൾ കണക്ട് ചെയ്യുള്ളൂ. അപ്പം പരമാവധി ദുഃഖമായിട്ടിരിക്കാൻ ഒരാൾക്ക് വേണമെങ്കിൽ കഴിയുകയും ചെയ്യും. അല്ലെങ്കിൽ ഭയങ്കര സന്തോഷവാനായിട്ടിരിക്കാനൊക്കെ. കാരണം മറ്റേ സാധനം അങ്ങ് എഡിറ്റ് ചെയ്ത് കളഞ്ഞാൽ മതി. സന്തോഷമുള്ളത് മാത്രമേ പെറുക്കി മാല ഓർക്കത്തുള്ളൂ. ചിലരാണെങ്കിൽ ദുഃഖമുള്ളത്. അത് അവിടെയാണ് ജീവിതത്തിനെ മനസ്സിലാക്കുമ്പോൾ ഇത് രണ്ടും ആവശ്യമുള്ളതാണെന്ന് അറിയേണ്ടത്. അല്ല ദുഃഖം വേണ്ടാത്തതാണെന്ന് പറഞ്ഞിട്ട് സുഖത്തിലേക്ക് മാത്രം എല്ലാവരും കൂടെ പോകുന്നതാണ് പണ്ടത്തെ സ്വാമിമാരെല്ലാം പറയുന്നത്. എല്ലാവരും സുഖമാണ് തേടുന്നത്. അങ്ങനെയൊന്നുമില്ല. ദുഃഖം ഇല്ലെന്നുണ്ടെങ്കിൽ സുഖത്തിന് യാതൊരു മീനിങ്ങും ഇല്ല. അർത്ഥം നൽകുന്നത് എന്താണ്? ഇയാൾ നമ്മളിവിടെ നടന്നങ്ങോട്ട് ചെല്ലുമ്പോൾ ഒരു മല കാണും. മലയിൽ നമ്മൾ താഴെ കുഴിയിലല്ലേ നിൽക്കുന്നത്. അവിടെ നിന്ന് മല കയറി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? 2 ഓപ്ഷനേ ഉള്ളൂ. ഒന്ന് താഴോട്ട് ചാടാം, അല്ലെങ്കിൽ ഇറങ്ങി പോരാ. കുഴിയിലോട്ട് ഇറങ്ങാനേ പിന്നെ പറ്റുള്ളൂ. മലയെന്ന് പറയുന്ന അർത്ഥം കൊടുക്കുന്നത് കുഴിയാ. അതിന് കുഴിയൊന്നും ഇല്ലാത്ത ജീവിതം ഉണ്ടാക്കി കളയാന്ന് ഒരുത്തം പറഞ്ഞ് സന്തോഷവും മാത്രം തരുന്ന അനുഭവം മാത്രം തരുന്ന അങ്ങനെ കഴിയും. ആനന്ദതുന്ദിലന്മാരായി നിത്യാനന്ദത്തിൽ നിത്യസുഖത്തിൽ കഴിയുമെന്നൊക്കെ പറഞ്ഞ് സ്വാമിമാർ ഇങ്ങനെ പറയുമ്പോഴേ എന്തെങ്കിലും ഈ ലോകത്തിനെ പറ്റി മനസ്സിലാക്കിയിട്ടാണോ അങ്ങനെയൊക്കെ പറയുന്നത്? ഒന്ന് ആനന്ദമാണെന്നോ സന്തോഷമാണെന്നോ അറിയണമെന്നുണ്ടെങ്കിൽ ദുഃഖമില്ലാതെ എങ്ങനെ പറ്റും?
അത് അറിയണമെങ്കിൽ പോലും വേണ്ടേ? ഇങ്ങനൊന്നും ഇത് മുഴുവൻ മനുഷ്യനിർമ്മിതമായിട്ട് പ്രപഞ്ചം ഇവിടെ ഉണ്ട്. ആ പ്രപഞ്ചത്തിനെ അറിയുമ്പോൾ എന്തെല്ലാം തരത്തിലെ ഇന്ദ്രിയങ്ങളാണ് വികസിച്ച് വരുന്ന അനുസരിച്ചിട്ടാണ് ഈ അനുഭവത്തിൻ്റെ സങ്കീർണതകളാണ് ഇതെല്ലാം. അല്ലാതെ നമ്മൾ ഈ ആളുകൾ പറയുന്ന പോലെ കാലത്തിൽ നിൽക്കുന്ന വസ്തുക്കളല്ല. കാലവും ദേശവും പണ്ടേ ആളുകൾ കണ്ടുപിടിച്ച് തന്നെ മനുഷ്യർ കണ്ടുപിടിച്ച ഒരു അളവാണത്. രണ്ടും ഉള്ളപ്പം മെഷർ ചെയ്യുന്ന മെക്കാനിസമാണ്. രണ്ടില്ലാത്തപ്പം നമുക്ക് മെഷർ ചെയ്യാനൊക്കത്തില്ല. നമുക്ക് കമ്മ്യൂണിക്കേഷൻ ഇല്ല. രണ്ടുപേരുണ്ടെങ്കിലേ കാര്യം പറയാൻ പറ്റുള്ളൂ. രണ്ടുള്ളൊരു പ്രപഞ്ചം ഒന്നായിരുന്നു കൊണ്ട് രണ്ടായ അനുഭവം തരുന്ന പ്രപഞ്ചമാണിത്. അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ ഭാവി എന്നൊക്കെ ആളുകൾ ഇങ്ങനെ പറയുമ്പോൾ എന്തോ ഉള്ളതുപോലൊക്കെ പറയരുത്. അങ്ങനെയൊന്നും അല്ല. അത് നമ്മൾ മനസ്സിലാക്കുന്ന രീതി കൊണ്ടാണത്. സാധ്യതകളെ പറ്റിയായി പറയും. അത് കുറേ സംഭവിക്കും, സംശയമേ വേണ്ട. അത്ഭുതകരമായില്ല ഈ പറയുന്നത്. ഇയാൾ ഈ ചോദിക്കുന്നത് ഞാനിതൊക്കെ പറഞ്ഞ എന്തിനാന്ന് ചോദിച്ചാൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. ഇയാൾ ഇരുന്ന് കുറേ പ്രവചനം എഴുതിയ അദ്ദേഹം ഒത്തിരി ശരിയാക്കാൻ പറ്റും. ഇയാൾക്ക് എഴുതാനറിഞ്ഞും ഇങ്ങനെ കണ്ണുടച്ചിരുന്ന് ഇങ്ങനെയൊക്കെ പറയാനറിഞ്ഞോടെ അതുകൊണ്ട് മാത്രമാണ് ഇയാളൊരു നോസ്ട്രഡാമസ് അല്ലാതാകുന്നത്. പക്ഷെ മുന്നനുഭവം എന്ന് നമ്മൾ പറയുന്ന കാര്യത്തിനകത്ത് ജീവൻ വികസിപ്പിച്ച അനുഭവജ്ഞാനമാണ് ജനിതകമായി നമുക്കുള്ളത്. മനുഷ്യരെല്ലാവരും കൂടെ ചേർന്ന് അവരുടെ അനുഭവങ്ങൾ പങ്കുവെച്ചുണ്ടാക്കിയതാണ് സംസ്കാരം. ഇങ്ങനെ രണ്ട് അനുഭവജ്ഞാനങ്ങളെ ഭാവി പ്രവചിക്കാൻ ഉപയോഗിക്കുന്ന ജീവിയാണ് മനുഷ്യൻ. അതുകൊണ്ടാണ് നമുക്ക് അനുഭവങ്ങൾ ഏത് ദിശയിലേക്കാണ് എന്ന് പറയുന്ന ദിശ വെച്ചിട്ടാണ് അത് ഭാവിയാണെന്നൊക്കെ പറയുന്നത്. ഭയങ്കര പാടാണ്. നമ്മൾ ഈ സൂക്ഷ്മമായിട്ട് ഈ ലോകത്തോട്ട് അതിനെപ്പറ്റിയൊക്കെ മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ടൂൾ ഇല്ലാതായി പോകുന്നത് ഉണ്ടെന്നുള്ളതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പ്ലാങ്ക് ടൈം എന്ന് പറയുന്ന സ്ഥലം വരെ എത്തുമ്പം പിന്നെ നമുക്ക് അത് വെച്ച് ആ മെഷറിംഗ് റോഡില്ല. അപ്പോൾ ഭാവി ഇപ്പോൾ പ്രപഞ്ചത്തിൻ്റെ വികാസത്തിനെ പറ്റിയൊക്കെ പണ്ട് എനിക്കൊരു 10-20 വയസ്സുള്ള സമയത്ത് ബിഗ് ക്രഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്രാവിറ്റി കൊണ്ട് നമ്മൾ തിരിച്ചെല്ലാം വികസിച്ചുകൊണ്ടിരിക്കുന്നത് തിരിച്ചു വരുമെന്നായിരുന്നു നമ്മളെല്ലാം പഠിച്ചിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഈയിടയ്ക്കുള്ള ഒബ്സർവേഷൻസ് മുഴുവനും നമ്മൾ പരിശോധിച്ച സമയത്ത് എന്ത് പറ്റി? ഏതാണ്ടൊരു 8 ബില്യൺ വർഷമായപ്പോഴത്തേന് ഈ വികസിക്കുന്നതിന് സ്പീഡ് കൂടുകയായത്. അതൊക്കെ എന്തുകൊണ്ടാണെന്നൊന്നും ഇപ്പം നമുക്ക് അറിഞ്ഞൂടാ. എന്തായാലും അങ്ങനെയാണ് നമ്മുടെ അനുഭവം. ആ അറിഞ്ഞുകൂടാതിരിക്കുന്ന അതിനൊക്കെ ഇന്ന് നമ്മൾ പേരിട്ടിട്ടുണ്ട്. പെട്ടെന്ന് വികസിക്കുന്ന ഈ ശക്തിക്ക് ഒരു ശക്തി, പണ്ടത്തെ ആളുകളെ ദൈവശക്തി പോലത്തെ ശക്തിയാണ് ഡാർക്ക് എനർജി എന്നാണ് പറയുന്നത്. അതൊരു 69 വരെയാണ് അതിൻ്റെ അളവ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ ഗാലക്സികളെല്ലാം തിരിയുമ്പോൾ ഈ നക്ഷത്രങ്ങളൊക്കെ അത് തിരിയുന്ന സ്പീഡ് വെച്ചിട്ടാണെങ്കിൽ പറന്ന് പോകണം. അവിടെ നിന്ന് നമ്മളിങ്ങനെ കറക്കിയാലൊരു സാധനം സ്പീഡ് കൂടിക്കഴിഞ്ഞാൽ പൊട്ടി പറന്ന് പോകുന്നെന്ന് പറയുന്ന പോലെ, അല്ലെങ്കിൽ നമ്മളൊരു ഒരു ബോളെ കുറച്ച് വെള്ളം ഇരിക്കുകയാണെങ്കിൽ നമ്മൾ കറക്കുകയാണെങ്കിൽ അതങ്ങനെ പറന്നു പോകുന്നത് പോലെ ഈ നക്ഷത്രങ്ങൾ പറന്നു പോകണം ഗാലക്സികൾ തിരിയുന്ന സ്പീഡ് വെച്ചിട്ട് നോക്കിയാൽ. പക്ഷെ പറക്കുന്നില്ല, അങ്ങനെ അവിടെ തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അറിഞ്ഞുകൂടാത്ത മാറ്റർ ഉണ്ടെന്ന് നമ്മൾ കണ്ടെത്തുന്നു. അതിനെ നമ്മൾ ഡാർക്ക് മാറ്റർ എന്ന് പറയുന്നത്. ഇത് രണ്ടും കൂടെ ചേർത്താൽ 95% പോകും. ആകെ നമുക്കറിയാവുന്ന 4%. ആ 4% നമ്മൾ ഈ പറയുന്ന ഫിസിക്സ് മുഴുവൻ വർക്ക് ചെയ്യുന്നത്, നമ്മൾ സംസാരിക്കുന്നതും നമ്മുടെ ഈ പറയുന്ന സെർട്ടിറ്റ്യൂഡോട് യാതൊരു സംശയമില്ലാതെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ പറയുന്നത് അങ്ങനെ നടക്കൂ എന്നൊക്കെ പറഞ്ഞ് വാശികളൊക്കെ പറയുന്ന കാര്യങ്ങളെല്ലാം ഈ പറയുന്ന 5%-നകത്ത് നിൽക്കുന്ന വിസിബിൾ മാറ്റർ എന്നതിന് പറയുന്നത്. വിസിബിൾ മാറ്ററിൻ്റെ മുകളിലാണ് സകല ഫിസിക്സും സകല കെമിസ്ട്രിയും ഒക്കെ ഉള്ളത്. ബാക്കി 95%-ഓളം ഉള്ള പ്രപഞ്ചത്തിനെ പറ്റി അറിഞ്ഞുകൂടാന്നാണ് പറയുന്നത്. ആധുനിക ശാസ്ത്രത്തിൻ്റെ ദൈവമായിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഈ
ഡാർക്ക് മാറ്ററും ഡാർക്ക് എനർജി. നമുക്ക് ആർക്കറിയാം, ദൈവത്തിനറിയാം എന്ന് പറയുന്നത് പോലെയാണ് ഇന്ന് ഈ നമ്മളെ സംബന്ധിച്ചോളം പ്രപഞ്ചത്തിൻ്റെ 95% കാര്യങ്ങളെ പറ്റി അറിഞ്ഞുകൂടാതിരിക്കുന്ന പ്രപഞ്ചം നിരന്തരം ഇത് അറിയാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് മനുഷ്യൻ എന്ന് അറിവ് ആരാണോ അറിയുന്നത് അവർ വികസിപ്പിച്ചതാണ് ഈ മെഷറിംഗ് റോഡ്. അത് വർക്ക് ചെയ്യും, നമ്മുടെ ഇന്ദ്രിയങ്ങളെല്ലാം വർക്ക് ചെയ്യും. അല്ലാതെ ഇതൊക്കെ ആളുകൾ ഇങ്ങനെ പറയും ഇല്യൂഷനാണ് ഇതെല്ലാം. അങ്ങനെയല്ല, പ്രപഞ്ചത്തിനെ നമ്മൾ അറിയുകയും കൂടെ ചെയ്യുന്നത് ചേർത്ത് വേണം അറിയാൻ. ഈ പ്രപഞ്ചം ഇങ്ങനെയാണ്. അല്ല നമ്മൾ ഉള്ള പ്രപഞ്ചത്തിനെ അറിയുന്നു എന്നുള്ളതല്ല, നമ്മൾ അറിയുന്നത് വഴി കൂടെയാണ് ആ പ്രപഞ്ചം നിലനിൽക്കുന്നത്. നമുക്ക് പ്രപഞ്ചത്തിന് പുറത്ത് പോയിട്ടല്ല നമ്മളുള്ളത്. പഴയ സ്വാമിമാരൊക്കെ പറയും, നമ്മൾ ഒന്നായ നിന്നേഹ രണ്ടെന്ന് കണ്ടുള്ള ഒരു ഇണ്ടായ ഒരു ഇണ്ടലെന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കാനുള്ളത്, ജീവൻ എന്ന് പറയുന്നത് അറിയുന്നതും കൂടെ ചേർന്നേ ഈ പ്രപഞ്ചമുള്ളൂ. അല്ലാതെ വേറെ പ്രപഞ്ചത്തിൽ നിന്ന് ഭിന്നമായി അല്ല അത്. നമുക്ക് മനുഷ്യനും പ്രപഞ്ചവും ഒന്ന് തിരിക്കാനൊക്കത്തില്ല. അത് വ്യക്തമായിട്ട് നമ്മൾ അറിയേണ്ടതാണ്. നമ്മൾ പ്രപഞ്ചം അല്ലാതാകുന്നേ ഇല്ല ഒരു സെക്കൻഡ് പോലും. ജീവൻ്റെ അറിവ് തന്നെയേ ഉള്ളൂ പ്രപഞ്ചത്തിൻ്റെ അറിവ്. അങ്ങനെ അത് മനസ്സിലാക്കേണ്ടത്. അല്ല പ്രപഞ്ചത്തിന് മുഴുവൻ ഇതറിയാം എന്ന് പറഞ്ഞാൽ ചത്ത ദൈവം പോലെ. സർവജ്ഞനായ ദൈവം എന്ന് പറഞ്ഞാൽ ചത്ത ദൈവമാണ്. പിന്നൊന്നും അറിയാനില്ല, കഴിഞ്ഞ് മരിച്ചു പോവുക. നിരന്തരം മാറുന്നതും നിരന്തരം അറിഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രപഞ്ചത്തിനെ അറിയുന്നു എന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് യോഗികളൊന്നും ആകണ്ട ചേരാൻ, കാരണം ഇത് രണ്ടാകാൻ ഒക്കത്തില്ല. ഈ പഴയ ഫിലോസഫികളൊന്നും തന്നെ ആവശ്യമേ ഇല്ല. നിരന്തരം മാറുന്ന പ്രപഞ്ചത്തിനെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നതിൽ ആഹ്ലാദിക്കുകയോ ദുഃഖിക്കുകയോ ഒക്കെ ചെയ്യുന്നതാണ് ജീവാനുഭവം. അതായിരുന്നു രക്ഷപ്പെടാനായിട്ട് പോകുന്നു വേണ്ട. ഇനിയും ഇന്ദ്രിയങ്ങൾ കൂടുതൽ വികസിപ്പിച്ച്, ഞാനവിടെ എന്തുകൊണ്ടാണ് ശാസ്ത്രജ്ഞന്മാരുടെ കൂടെ നിൽക്കുന്നത്, ശാസ്ത്രം ഉപയോഗിക്കുന്നത് നിരന്തരം മാറുന്ന പ്രപഞ്ചത്തിനെ നിരന്തരം അറിഞ്ഞുകൊണ്ട് അത് നമുക്കനുഗുണമാക്കി മാറ്റാനുള്ള അതിൻ്റെ അറിവാണ് ഈ പഴയ ഫിലോസഫികളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. ഈ പ്രപഞ്ചത്തിൽ നിന്ന് രക്ഷപ്പെടേണ്ട, ഈ ജീവിതത്തിൽ നിന്ന് രക്ഷപ്പെടേണ്ട ആവശ്യമേ നമുക്കില്ല. അതിനെ പരമാവധി ആശ്ലേഷിക്കുന്നിടത്താണ് നമ്മൾ നിൽക്കേണ്ടത്. ഇങ്ങനെ അത് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ഭാവി പ്രവചിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ, പ്രപഞ്ചത്തിൻ്റെ ഇപ്പോഴുള്ള അവസ്ഥയെ മനസ്സിലാക്കാമെങ്കിൽ ധാരാളം ഭാവി, അത് കൊട്ടേഷനകത്ത് ഭാവി പ്രവചിക്കാൻ നമുക്ക് പറ്റും. അതുകൊണ്ട് കുറെ ശരിയാകും, കുറെ തെറ്റും. ഒരു സംശയവും വേണ്ട. ഇനി നിങ്ങൾ നോസ്ട്രഡാമസ് വേണ്ട. ഭാവി നമ്മുടെ ടൂളാണ്. അപ്പോൾ ഇപ്പോഴത്തെ കണ്ടീഷൻസിനെ പറ്റി നമുക്ക് അറിയുമ്പോൾ അതെങ്ങോട്ട് പോകും, ഇങ്ങനെയാണ് പ്രപഞ്ചത്തിനകത്തുള്ളത്. അതിൻ്റെ സങ്കീർണതകൾ വർദ്ധിക്കുന്ന അനുസരിച്ച് പ്രവചനം പാടാകും. ഒരു സംശയം വേണ്ട. സങ്കീർണതകൾ വർദ്ധിക്കാം. സങ്കീർണതകളിലേക്ക് ഇറങ്ങുമ്പോഴത്തേന് അൺപ്രഡിക്റ്റബിളായിട്ട് പ്രപഞ്ചം മാറും. അങ്ങനെയാണ് പ്രപഞ്ചം. പ്രപഞ്ചം എന്തുകൊണ്ട് അങ്ങനെ ആയെന്ന് ചോദിച്ചാൽ എനിക്കറിഞ്ഞൂടാ. ഇങ്ങനെയാണ് പ്രപഞ്ചം എന്നാണ് നമുക്കറിയാം. അത് നമ്മൾക്ക് അനുഗുണമാക്കി മാറ്റാനുള്ള അറിവാണ് ശാസ്ത്രം. അത് ജീവനെ പറ്റി ഞാൻ വേറെ സമയത്ത് പറഞ്ഞിരുന്നതുമാണത്. 2 തരത്തിലാണ്. ആ ജീവാനുഭവം എന്ന് പറയുന്നത് ചുറ്റുപാടിനോട് ഇണങ്ങുകയും ചുറ്റുപാട് ഇണക്കുകയും ചെയ്യുന്ന പ്രവൃത്തിയാണ്. ഇണക്കുന്നതാണ് ശാസ്ത്രത്തിൻ്റെ വഴി, ഇണങ്ങുന്നതാണ് ഫിലോസഫി ആയിട്ട് നിന്നത്. ഇന്ന് ഇണക്കാനുള്ള അറിവ് നമുക്ക് വളരെയധികം ഉള്ളതുകൊണ്ട് പഴയ തരത്തിലുള്ള ഇങ്ങനെ ഇണങ്ങി ജീവിക്കണമെന്ന് പറഞ്ഞു. പക്ഷെ എന്നും പ്രപഞ്ചത്തിനകത്ത് ഇണങ്ങേണ്ട വശം വരും. കാരണം ഇത് തീരുന്നത് ഒരു പ്രവൃത്തിയല്ല. നമ്മളിടുന്ന അതിരിനകത്ത് മാത്രമാണ്. വ്യക്തിഗതമായി നമ്മൾ ഓരോ ആളും മരിക്കുമ്പോഴും ജീവൻ തുടരും.
ജീവനാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. ജീവൻ ഓരോ സാഹചര്യത്തിനനുസരിച്ച് തുടരുന്നത് കൊണ്ടാണ് ഈ വ്യത്യസ്തമായ ജീവനായി മാറിയത്. ഇങ്ങനെയൊക്കെയാണ് ഇതൊക്കെ മനസ്സിലാക്കേണ്ടത്. ഇങ്ങനെ മനസ്സിലാകുമ്പോൾ നമുക്ക് ഒരു പാടുമില്ലാതെ ഈ ആളുകൾ പറയുന്ന കൺഫ്യൂഷനകത്തൊന്നും നമുക്ക് പോകണ്ട, രക്ഷപ്പെടാനും നടക്കണ്ട, ഭാവി വരുന്നു, ഭാവിയെപ്പറ്റി നമ്മൾ ഉത്കണ്ഠാകുലരാകേണ്ട കാര്യമൊന്നുമില്ല. ജീവനെ മനസ്സിലാക്കുന്ന രീതി തന്നെ അടിസ്ഥാനപരമായി മാറ്റി നമുക്ക് അറിയാൻ പറ്റും. നമ്മുടെ ടൂള് മാത്രമാണെന്നറിയും. അതുകൊണ്ട് ഭാവിയെ പേടിച്ചിരിക്കേണ്ട ആളുകളല്ല. ദുഃഖം വരുമെന്ന് വിഷമിക്കണ്ട. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കുഴി നിന്നാലേ മലയുള്ളൂ, മലയിലിരുന്നാൽ കുഴിയേ ഉള്ളൂ എന്ന് പറയുന്നത് പോലെയാണ് അത് മനസ്സിലാക്കേണ്ടത്. കുഴി പെട്ടുപോകുന്നതിനെ പറ്റി ദുഃഖിച്ച് വിഷമിക്കുമൊന്നും വേണ്ട. മല കയറുന്നതും നല്ല ബുദ്ധിമുട്ടാണ്. പക്ഷേ മല കയറുന്നത് നല്ല രസകരമായി കയറാനായിട്ട് നല്ല എന്നാൽ ഒരുപാടും ഇല്ലാതെ വീട്ടിൽ കുഴിയിലിരുന്ന പാർട്ടികളാണ്. വീട്ടിലിരിക്കുമ്പോൾ കുഴിയിലിരുന്നവരാണല്ലോ. കയറും വെള്ളമൊക്കെ ആയിട്ട് നമുക്ക് ആ മല കയറാമെന്ന് പറഞ്ഞ് പോകുന്ന ആളുകളെ പോലെ ജീവിതത്തിനെ അനുഭവിക്കാൻ തുടങ്ങുന്നവരെ സംബന്ധിച്ചോളം ജീവിതം രസകരമാക്കി മാറ്റാൻ പറ്റും. അതിനകത്തൊന്നും വേറെ ബുദ്ധിമുട്ടുകളില്ലെന്നോ, കാലയിലെ കല്ല് വീഴത്തില്ലെന്നോ, തേള് കുത്തത്തില്ലെന്നോ ഒന്നും അർത്ഥമില്ല മല കയറുമ്പോൾ. പക്ഷെ അതൊക്കെയാണ് എവറസ്റ്റ് കയറാനായിട്ട് എല്ലാ ആളുകളും എല്ലാ വർഷവും വണ്ടി കയറി പോകുന്നത്. അത് ചലഞ്ച്, ജീവിതത്തിനെ ചലഞ്ചായിട്ട് അനുഭവിക്കാൻ പറ്റും. അങ്ങനെയാണ് ജീവൻ. വളരെ ഒരു തരത്തിലും ജീവിക്കാൻ പറ്റാത്ത ഒരു ഭൂമിയിലാണ് നമ്മൾ ഈ ജീവൻ ഉണ്ടായത്. ജീവിക്കാനേ പറ്റത്തില്ല. ജീവനും ഒന്ന് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ സ്ഥലത്തും ജീവിച്ചിരിക്കാൻ പറ്റുന്നതിന് ഒരു അതിരുണ്ടാകും. ഓരോന്നിൻ്റെയും കോംപ്ലക്സിറ്റി അനുസരിച്ചിട്ടാണ് ആ അതിരും. എനിക്ക് ജീവിക്കാൻ കഴിയുന്നത് പോലെ അല്ല വേറൊരാൾക്ക്. അതുപോലെ നമ്മളെപ്പോലുള്ള സങ്കീർണ ജീവികൾക്ക് ജീവിക്കാനുള്ള അതിരുകളൊന്നുമല്ല കൊച്ചു ജീവികൾക്കുള്ളത്. സങ്കീർണ ജീവികളായിരിക്കുന്ന നമുക്ക് ഉണ്ടാകുന്ന അതിരുകളല്ല ചെറിയ ഏകകോശ ജീവികളായിരിക്കുന്നത്. അവർ വേറെ പലതരത്തിലുള്ള മറികടന്ന് നമ്മുടെ അതിരുകൾ മറികടന്നു പോകാനുള്ള സാധ്യതകളാണ്. അതുപോലെ ഒരു ജീവിക്ക് മറികടക്കാൻ പറ്റാത്ത അതിരുകൾ മറ്റു ജീവി മറികടക്കുന്നതാണ് വ്യത്യസ്തമായ ജീവിയാക്കുന്നത്. ഇങ്ങനെയാണ് ഈ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായത്. ഞാനിതൊക്കെ എന്തിനാണ് ഈ പറയുന്നത്? മനുഷ്യർ പണ്ട് മനസ്സിലാക്കി വെച്ചതുപോലെ അല്ല ഈ പ്രപഞ്ചം മനസ്സിലാക്കേണ്ടതെന്ന് പറയാനാണ് ഇതൊക്കെ പറയുന്നത്. ഇവിടെ ഇങ്ങനെ ജീവിക്കുകയാണ്, ഇവിടുന്ന് രക്ഷപ്പെടേണ്ടതാണ്, സ്വർഗത്തിൽ പോകേണ്ടതാണ്, ദൈവത്തിൽ വിശ്വസിക്കണം എന്നൊക്കെ പറയുന്ന പോലെ ഒന്നും അല്ല ഈ ജീവനെയും ജീവിതത്തിനെയും മനസ്സിലാക്കേണ്ടതെന്ന് പറയാനാണ്. ഇയാളൊരു പ്രവചനത്തിനെ പറ്റി ചോദിച്ച ഒരാളല്ലേ. അതുകൊണ്ട് ഞാൻ പറഞ്ഞ ആയിരക്കണക്കിന് പ്രവചനം സാധ്യമാണ്. പണ്ട് മനുഷ്യർ ലോകത്തിനെ മനസ്സിലാക്കിയതുപോലെ അല്ല ഈ പ്രപഞ്ചത്തിനെ മനസ്സിലാക്കുക. അത് ശാസ്ത്രത്തിൻ്റെ വഴിയിലൂടെ നമുക്ക് മനസ്സിലാക്കണം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഈ പഴഞ്ചൻ ഫിലോസഫിയും മതപരമായിട്ടുള്ള ലോകവീക്ഷണവും ഒന്നും ഒരു പ്രയോജനവും തരുന്നതല്ല. ഈ ലോകത്തുനിന്ന് രക്ഷപ്പെടാനായിട്ട് പഠിപ്പിക്കേണ്ട. അത് ദുഃഖകരമായ ജീവിതം നയിച്ചിരുന്നുകൊണ്ട് പറഞ്ഞതാണ്. പട്ടിണിയും പരിവട്ടവും വെള്ളപ്പൊക്കവും വസൂരിയൊക്കെ വരുന്ന കണ്ടിട്ട് പേടിച്ചിട്ട് ബുദ്ധനൊക്കെ പറയുന്നതാണ് ജീവിതം ദുഃഖമാണ്, ഇവിടുന്ന് രക്ഷപ്പെടണമെന്ന് പഠിപ്പിച്ചിരുന്ന യുക്തിക്കകത്ത് പറഞ്ഞ ലോകങ്ങളൊന്നും തന്നെ ഇന്ന് ആവശ്യമില്ല. ഒരാത്മാവ് വന്ന് പോകുന്നു, വരുന്നു, ജീവിക്കുന്നു, രക്ഷപ്പെടുന്നു. എൻ സ്വദേശം കാണുന്നതിനായി ഞാൻ തനിയെ പോകുന്നു എന്നൊക്കെ പറയുന്ന പോലെ ഒന്നും അല്ല ഇത് പറയണ്ടേ, മനസ്സിലാക്കേണ്ടത്. ജീവനെപ്പറ്റി മനസ്സിലാക്കി ജീവിതത്തിനെ പറ്റി മനസ്സിലാക്കുന്നതും ശാസ്ത്രീയമായ വീക്ഷണങ്ങളിലൂടെ അവർ പറയുന്ന കാര്യങ്ങൾ എന്നും അനാവരണം ചെയ്ത് മനസ്സിലാക്കാൻ പറ്റുന്ന, അത് ഓരോ ദിവസവും നമുക്ക് വർദ്ധിതമായിട്ടുള്ള അറിവ് തന്നുകൊണ്ടേയിരിക്കും. അല്ലാതെ ചട്ടപ്പടി എഴുതി വച്ചിരിക്കുന്ന അനുസരിച്ചിട്ട് രാവിലെയും വൈകുന്നേരവും നിസ്കരിച്ചും നമസ്കരിച്ചും തൊഴുതും ഒന്നും ചെയ്യണ്ട. ഇത് ചെയ്യുന്നവരും നമ്മൾ ഒരുപോലെ ചത്തുപോകും, അത്രയേ ഉള്ളൂ. പക്ഷെ വേറെ ജീവനായിട്ട് തുടരും. അങ്ങനെയാണ് ജീവനുള്ളത്. ഇപ്പോൾ നമുക്കൊരു 80% ജീവിതത്തിനെ തെറ്റിദ്ധരിച്ച് മനുഷ്യരുണ്ടാക്കിയ കാര്യങ്ങളാണ് ഈ മനുഷ്യർ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ചെയ്തുകൊണ്ടിരിക്കുന്നത്.
നമ്മളെടുത്തിരുന്ന പ്രിക്കോഷൻസ് ഒക്കെ ഇല്ലേ, സെൽഫോൺ വന്നു കഴിയുമ്പോൾ എപ്പോഴാണ് ബാങ്ക് തുറക്കുന്നതെന്ന് അന്വേഷിക്കണം. 24 മണിക്കൂറും വർക്ക് ചെയ്യുന്ന ബാങ്കും ഉണ്ടായി. മറ്റേണെന്നുണ്ടെങ്കിൽ എന്തെല്ലാം പ്ലാനിങ് വേണം. സെക്കൻഡ് സാറ്റർഡേ ആണോ എന്നൊക്കെ ചോദിക്കുന്ന ഭയങ്കര ചോദ്യങ്ങൾ എന്തുമാത്രം മനുഷ്യർ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഇതൊന്നും ആവശ്യമില്ലാതായില്ലേ? അതുകൊണ്ടാണ് ലോകത്തിനെ മനസ്സിലാക്കി നമുക്കനുഗുണമാക്കി മാറ്റുന്ന ശാസ്ത്രത്തിനോടൊപ്പം നിൽക്കണമെന്ന് പറയുന്നതിൻ്റെ കാരണം. അല്ലാതെ ദൈവത്തിനോട് പ്രാർത്ഥിച്ച് ശരിയാക്കാനൊന്നും നടക്കണ്ട. ശരിയാക്കാൻ നമുക്ക് പറ്റും. മറ്റേതാണെങ്കിൽ എന്തെല്ലാം പ്ലാൻ വേണം. വെള്ളപ്പൊക്കം വരുന്നത് എന്ന് പറഞ്ഞ് പ്ലാൻ ചെയ്തിട്ട് ഭയങ്കര പണികളൊക്കെ ചെയ്യണമായിരുന്നു. ഇത് നല്ല ബോട്ടും അന്തർവാഹിനിയൊക്കെ കണ്ടുപിടിച്ചിരിക്കുന്നവന് എന്ത് വെള്ളപ്പൊക്കമാണ്. ഇവിടെ പഴയ പോലെ അടിച്ചു വെച്ചിരിക്കുന്നതുകൊണ്ടല്ലേ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നത്. വള്ളത്തിനകത്ത് ജീവിക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ ഏത് വെള്ളപ്പൊക്കം ബാധിക്കും നമ്മളെ? ഒരു സെക്കൻഡ് ജീവിക്കാൻ പറ്റാത്തതാണ് ഈ സ്പേസ് എന്ന് പറയുന്നത്. അവിടെ പോയിട്ട് 10 മാസം ജീവിച്ചിട്ടാണ് ഇന്ന് മനുഷ്യർ വരുന്നത്. അത്രയും പ്രപഞ്ചത്തിനെ പറ്റിയുള്ള അറിവ് നമുക്ക് ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ട്. ഈ മേഖലയാണ് വികസിപ്പിക്കേണ്ടത്. അതിന് പകരം പണ്ടേ ഞങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് എങ്ങനെ ജീവിക്കണം, ഇങ്ങനെ പറഞ്ഞതുപോലെ അനുസരിച്ച് ജീവിക്കണം എന്നൊക്കെ പറയുന്നതൊക്കെ പണ്ടത്തെ മണ്ടന്മാർ പറഞ്ഞെന്നുള്ളതല്ലാതെ പണ്ട് ഒരുത്തനും നമ്മുടെ ബുദ്ധി ഉണ്ടാകാൻ ഒരു സാധ്യതയും ലോകത്തില്ല. എത്ര തപസ് ചെയ്താലും വിവരക്കേടേ കാണത്തുള്ളൂ, അറിയുള്ളൂ. വെളിപാടുകളെല്ലാം വിവരക്കേടുകളാണ്, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് ഇയാളുടെ ചോദ്യം പ്രവചനം സാധ്യമാണോ എന്ന് ചോദിച്ചാൽ സാധ്യമാണ്. പക്ഷെ ഈ മണ്ടന്മാർ പറയുന്നത് മാത്രമല്ല, നമുക്കൊക്കെ പ്രവചനം സാധ്യമാണ്. ഇയാൾക്ക് ഇഷ്ടം പോലെ പ്രവചിക്കാം. അതിൽ കുറേ സാധ്യതകൾ നടക്കും, കുറേ നടക്കത്തില്ല. സങ്കീർണമായ പ്രപഞ്ചമാണ്. അതിനെ നമ്മൾ കൂടുതൽ സൂക്ഷ്മമായി മനസ്സിലാക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ മുന്നിലുള്ള വഴി.